നാളെ ക്ലാസ് കാണോ? വല്ലം ജയന്തി ഇല്ലേ? Good afternoon and Happy New Year. Good afternoon, ma'am. Happy New Year. Happy New Year, ma'am. Happy New Year. Happy New Year, ma'am. Happy New Year, ma'am. Happy New Year, ma'am. Happy New Year. Happy New Year, ma'am. Happy New Year. കുറെ നാളായോ നമ്മൾ കണ്ടിട്ട്? കുറെ നാളായി കൊടുക്കും. Happy New Year, ma'am. Happy New Year. ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞതായിരുന്നോ? അതെ മാം. മക്കളൊക്കെ ഇപ്പൊ വീട്ടിലുണ്ടല്ലേ? തിങ്കളാഴ്ച ക്ലാസ് തുറന്നു. അല്ല, തിങ്കളാഴ്ച ഇല്ലേ? 5-ാം തീയതി അല്ലേ ക്ലാസ് തുറക്കുന്നത്? ഓക്കെ, വൺസ് അഗെയിൻ
ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് പുതിയൊരു വർഷത്തിലേക്ക് കടന്നതിന്റെ നല്ലൊരു സന്തോഷമൊക്കെ ഉണ്ടാവും അല്ലെ? ക്ലാസ് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടോ? ക്ലാസ് ഉള്ളത് തന്നെ സന്തോഷം. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ടേം 1 എക്സാമിനേഷൻ? ടേം 1 എക്സാമിനേഷൻ കഴിഞ്ഞില്ലേ? കുഴപ്പമുണ്ടായിരുന്നു, നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ടെൻഷൻ അടിച്ചാലും നല്ല സൂപ്പർ ആയിരുന്നു. ഷജീനാസിന് ഭയങ്കര ടെൻഷനായിരുന്നു. എന്നോട് പാസ്സാവാൻ എത്ര മാർക്ക് വേണമെന്നൊക്കെ ചോദിക്കായിരുന്നു. അത് ഫസ്റ്റ് എക്സാം അല്ലേ? അതെ അതെ, ആ ഒരു മെത്തേഡിൽ തന്നെയായിരിക്കും നമ്മുടെ ടേം 2 പോകുന്നത്. അതേ രീതിയിലാണ് നിങ്ങളുടെ മെയിൻ എക്സാമിനേഷൻ. അതിന്റെ ബാക്കി ടെക്നിക്കൽ സൈഡ്സ് എല്ലാം അതേ രീതിയിൽ, ക്വസ്റ്റ്യൻസ് മാത്രം സബ്ജക്ട് വൈസ് ആകുന്നതാണ്. അപ്പൊ ഒരു 7 ദിവസത്തെ എക്സാം. ഓക്കെ, PG ഡിപ്ലോമ കമ്പൈൻഡ് ആയിട്ട് വരുന്നത്. പിന്നെ PGയിലെ കുട്ടികൾക്ക് പ്ലസ് 2 സബ്ജക്ട് വേറെ ദിവസം എക്സാം വരും. ഓക്കെ, നിങ്ങൾക്ക് PGയിലെ ക്ലാസ് മനസ്സിലായില്ല മാം, അതൊന്ന് മനസ്സിലായത്. ടേം 1 എക്സാമിനേഷൻ എഴുതിയില്ലേ? മോഡ്യൂൾ 1 പാർട്ട് 1 പാർട്ട് 2 അല്ലെ? 50 ക്വസ്റ്റ്യൻസ്, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ വന്നു. ഇനി ടേം 2 എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ മോഡ്യൂൾ 1 പാർട്ട് 3യും 4ഉം കൂടെ കഴിയുമ്പോഴാണ് ടേം 2 എക്സാമിനേഷൻ വരുന്നത്. അതും 50 ക്വസ്റ്റ്യൻ, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിന്റെ, അങ്ങനെ വരും. ഇത് കഴിയുമ്പോൾ ടേം 2ഉം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു സ്റ്റഡി ലീവിന് ശേഷം. മെയിൻ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര സബ്ജക്ട് ഉണ്ട്? മോഡ്യൂൾ 1 തന്നെ 6 സബ്ജക്റ്റ് ആണ് അല്ലെ? പിന്നെ ഇംഗ്ലീഷും കൂടെ കൂട്ടുമ്പോൾ 7 സബ്ജക്റ്റ് ആയി മോഡ്യൂൾ 2. ഈ മോഡ്യൂൾ 1ഉം മോഡ്യൂൾ 2ഉം കൂടെ ചേർന്ന് 7 സബ്ജക്റ്റ് ആവും. 7 സബ്ജക്ട് 7 ദിവസമായിട്ട് മെയിൻ എക്സാമിനേഷൻ നടക്കും. 50 ക്വസ്റ്റ്യൻ ആണ്. ഓരോ സബ്ജക്റ്റിനും 50 ക്വസ്റ്റ്യൻ, 2 മാർക്ക് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും സ്കോർ വരുന്നത്. 100 മാർക്കാണ് ടോട്ടൽ വരുന്നത്. അപ്പൊ 7 സബ്ജക്ട് എന്ന് പറഞ്ഞാൽ 700 മാർക്കിൽ നിങ്ങളുടെ തിയറി കഴിയും. ഇത് ഡിപ്ലോമയ്ക്കും PGക്കും കോമൺ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. 2 പേരും ഒരുമിച്ചാണ് ഈ എക്സാം എഴുതുന്നത്, ഈ 7 സബ്ജക്ട്. അത് കഴിയുമ്പോൾ PGയുടെ 2 സബ്ജക്ട് ഉണ്ട്, മോഡ്യൂൾ 4ഉം മോഡ്യൂൾ 5ഉം. അത് വേറെ 2 ദിവസം, അതിനും ഇതുപോലെ തന്നെ സമയം തരും. വേറെ 2 ദിവസം നിങ്ങൾക്ക് PGയുടെ എക്സാം ഉണ്ടായിരിക്കും. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ നമ്മുടെ വൈവ സെഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇൻ ബിറ്റ്വീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്യും. മോഡ്യൂൾ 3 എക്സാം ഇല്ല. മോഡ്യൂൾ 3 എന്ന് പറയുന്നത് പ്രാക്ടിക്കലാണ്. പാർട്ട് 3യിലെ പോർഷൻസും ആയിട്ട് കണക്റ്റഡ് ആണ് മോഡ്യൂൾ 3. പാർട്ട് 3യിലും അറിയാം, മോണ്ടിസോറി പ്രാക്ടിക്കൽ സെഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്ന 5 ഡിവിഷനാണ് മോഡ്യൂൾ 3. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ 5 ഏരിയയിലും നമ്മൾക്ക് മെറ്റീരിയൽസ് ഉണ്ട്. ആ മെറ്റീരിയൽസ് വെച്ചിട്ട് പ്രാക്ടിക്കൽസ് ചെയ്യുക എന്നുള്ളതാണ്. മോഡ്യൂൾ 3 വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന കുറേ ആക്ടിവിറ്റീസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ഡെമോൺസ്ട്രേഷൻ. അതെല്ലാം നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം, സ്കൂളിൽ ചെയ്യിക്കാം, വീട്ടിൽ ചെയ്യിക്കാം, അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അത് പ്രാക്ടിക്കൽ സെഷനാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. അതിന് തിയറി എക്സാം ഇല്ല. അത് പ്രാക്ടിക്കൽ, അതായത് മോഡ്യൂൾ 1 പാർട്ട് 3 എടുക്കുന്ന തിയറിയുടെ പ്രാക്ടിക്കലാണ് മോഡ്യൂൾ 3. ഇനി ആശ്വാസം. ഓക്കെ, അപ്പൊ നമ്മൾ മോഡ്യൂൾ 1 പാർട്ട് 3 നമ്മുടെ കോർ ടോപ്പിക് മോണ്ടിസോറി മെത്തേഡ്, അതിന്റെ ആപ്ലിക്കേഷൻ, തിയറി, അങ്ങനെയുള്ള ഫിലോസഫി, അതൊക്കെ വരുമ്പോൾ അതിന് പാരലായിട്ട് തന്നെ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യാൻ തുടങ്ങും. നമ്മൾ തിയറി പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ ചെയ്തു പോകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം ഓൺലൈനായിട്ട് പ്രാക്ടിക്കൽ സെഷൻ പ്രൊവൈഡ് ചെയ്യും. മെറ്റീരിയൽസ് എടുത്ത് കാണിച്ച് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അത് കഴിഞ്ഞിട്ട് നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടിക്കൽസ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി അത് ഫെബ്രുവരിയിലായിരിക്കും. ജസ്റ്റ് ഹെൽപ്പ് മീ. നമ്മളുടെ പെരുന്നാൾ എന്നായിരിക്കും? നോമ്പ് തുടങ്ങും ഫെബ്രുവരി മിഡൊക്കെ കഴിയുമ്പോഴേക്കും. പെരുന്നാള് എന്നായിരിക്കും? 45 ഡേയ്സ് കഴിഞ്ഞിട്ടാണോ? അപ്രോക്സിമേറ്റ് ഡേറ്റ് പറഞ്ഞാൽ മതി. എനിക്കറിയാം, കറക്റ്റ് ഡേറ്റ് നമുക്ക് കൺഫേം ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല കലണ്ടറിൽ ഉണ്ടെങ്കിലും. മാർച്ച് പകുതി ആകുമ്പോഴേക്കും. മാർച്ച് എൻഡ് ആണോ? 20-22
ഓക്കെ, അങ്ങനെ നിങ്ങൾക്കിപ്പം നോമ്പിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പ്രാക്ടിക്കൽസ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കില് നമുക്ക് നടത്താൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് നടത്തുന്നല്ലേ നല്ലത്. അല്ലെങ്കിൽ ട്രാവലിംഗ് ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് അതിനനുസരിച്ചൊന്ന് ഡേറ്റ് പ്ലാൻ ചെയ്യാനാ, ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാ. അത് മതി. അത് മതി മാം. ഫെബ്രുവരി 19 ആകുമ്പോൾ ചിലപ്പോൾ നോമ്പ് തുടങ്ങും. ഫെബ്രുവരി 19, 20 ആകുമ്പോഴേക്കും. ഫെബ്രുവരി പകുതിയാണെങ്കിൽ നമുക്ക് നല്ലതായിരുന്നു. അത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ തലവേദന എടുക്കും. നമ്മൾ യാത്ര ചെയ്യാറില്ലാത്ത കാരണം കൊണ്ടേ ഫെബ്രുവരി പകുതിക്ക് മുമ്പ് വെച്ചോട്ടാ. പകുതിയൊക്കെ ആകുമ്പോഴേക്കും 14 2ാം ശനിയാഴ്ചയുണ്ട്. ഫെബ്രുവരി 14, 7 ശനിയാഴ്ചകളാണ്. സെക്കൻഡ് സാറ്റർഡേ എങ്ങാനും വല്ല കോൺവെക്കേഷൻ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ഒന്ന് കൺഫേം ആക്കിയിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി പകുതിക്ക് മുമ്പായിട്ട് വെച്ചോട്ടാ. 19 മിക്കവാറും നോമ്പ് തുടങ്ങും. 19, 20 നോമ്പ് തുടങ്ങാൻ ചാൻസ്. സാറ്റർഡേ ആയിരിക്കും ക്ലാസ്. ഓക്കെ, ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് മാമിനോട്, സർജറിയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ നാളെ അഡ്മിറ്റ് ആകാൻ പോവാണേ. സർജറിയെ പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും. ഹോസ്പിറ്റലാ? ചെറിയ തലശ്ശേരി. മനസ്സിലായി. ഓക്കെ മനസ്സിലായി. മാഡം, ഈ മൊഡ്യൂൾ 4 ടെസ്റ്റ് ഉണ്ടോ? ഞങ്ങളൊക്കെ ഡിപ്ലോമയാണ്. ഞാൻ 3 വരെയുള്ള ടെസ്റ്റേ ഉള്ളൂല്ലോ. ഡിപ്ലോമയ്ക്ക് 3 വരെ ഉള്ളൂ. മൊഡ്യൂൾ 4, 5 PG-ക്കാർക്കുള്ളതാണ്. ശരി. ഹലോ മാം, ഞാനേ എനിക്ക് ഒരു സ്കൂളിൽ നിന്ന് ഞാൻ വിളിച്ച്. അപ്പോ ഞാൻ അവിടെ ഇന്നലെ പോയി കഴിഞ്ഞിട്ട് സെലക്ഷൻ കിട്ടി. ഇത്ര പേരിന്ന് സെലക്ഷൻ കിട്ടി. അപ്പോ 5 തീയതി 5 തീയതി സ്റ്റാർട്ടിങ് ചെയ്യണം. ഓക്കെ, ഏത് ക്ലാസ്സിനാ? ഇത് LKG, UKG, pre-KG എന്നിട്ട് അങ്ങനെ. വീടിനടുത്താണോ ഷീദാസ്? വീടിനടുത്താണ്. ഒരു 10 രൂപയുടെ പോയിന്റ്. ഷീദാസ് തന്നെ പോയി വരില്ലേ? ഞാൻ തന്നെ പോയി വരും. ഓക്കെ ആര്യ, ഇത് കഴിഞ്ഞ് കംഫർട്ടബിൾ ആകുമ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് മെസ്സേജ് എങ്കിലും ഇടണേ. നമുക്ക് എപ്പോ വിളിക്കാൻ പറ്റുന്ന അറിയാറുണ്ട്. ഓക്കെ ഫൈൻ. സോ നമ്മളിപ്പോ എവിടെ വരെയായി? ന്യൂ ഇയർ സെലിബ്രേഷൻ ക്രിസ്മസ് സെലിബ്രേഷൻ നടത്താൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഒരു പ്രോഗ്രാം. ഓക്കെ ഫൈൻ. യെസ് പ്ലീസ് ക്യാരി ഓൺ. വളരെ സന്തോഷം. എല്ലാരും ഓക്കെ അല്ലേ? മാം, ഈ ഗ്രൂപ്പില് ഒരു ബർത്ത്ഡേ ഗേൾ ഉണ്ട്, റംസീന. റംസീന എവിടെ ഉണ്ടോ? മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ റംസീന. റംസീന ഉണ്ടോ? ഉണ്ട്. ഓക്കെ, താങ്ക് യു. എന്താ പ്ലാൻ? ബർത്ത്ഡേ പ്ലാൻ എന്താ? എല്ലാരും വീട്ടിലുണ്ടല്ലോ, കുട്ടികളും വീട്ടില് സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടോ? മോനുണ്ട്. ഇവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. പ്രത്യേകിച്ച് പ്ലാൻ സാധാ. താങ്ക് യു. ന്യൂ ഇയർ എന്നുള്ളത് തന്നെ ഒരു സ്പെഷ്യൽ ആണല്ലോ അല്ലെ? ജനുവരി ഫസ്റ്റ്. ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്യും. അതെല്ലാ വർഷവും ഉണ്ടാവും. അങ്ങനെ തന്നെ. ഇന്ന് അതുപോലെ എന്റെ ആന്റിയുടെയും ബർത്ത്ഡേ ആണ്. ജനുവരി 1 ഒരു സ്പെഷ്യൽ അല്ലേ, അതുകൊണ്ടാണ്. ജസ്മിനയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ, ഡിസംബർ 31. 31 നല്ലൊരു ദിവസം തന്നെയാണല്ലേ. ഡിസംബർ ഇങ്ങനെ തീരുവാണ്. ഡിസംബറിലെ കുറെ മെമ്മറീസ് നമ്മുടെ കയ്യിലുണ്ടാവും. അടുത്ത വർഷത്തിലേക്ക് എന്തൊക്കെയാണെന്നുള്ള ഒരു ആങ്സൈറ്റി, സന്തോഷത്തോടുള്ള ഒരു ആങ്സൈറ്റി. ഓക്കെ, ജസ്മിത എന്നാണ് പറഞ്ഞേ? ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നത് റസ്മിന. ഓക്കെ, റസ്മിന ഉണ്ടോ ക്ലാസ്സില്? ഉണ്ടെങ്കിലും റസ്മിന, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. 31 കഴിഞ്ഞെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഹാങ് ഓവറിലാണല്ലോ. ഓക്കെ ഫൈൻ. നിങ്ങളത് പ്രോഗ്രാം എന്നല്ലേ പറഞ്ഞേ? എനിക്ക് നല്ലൊരു സർപ്രൈസ് ആയി ഇന്നൊരു പ്രോഗ്രാം എന്നുള്ളത്. എന്താ പ്ലാൻ? മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഇച്ചിരി ഉഷാറ് കൂടുതലുണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, തുടങ്ങിക്കോ. സ്റ്റാർട്ട് ചെയ്യാൻ മിസ്. ജോഫി എന്തോ പറഞ്ഞു. ഈ ജൂൺ 14 ആവോ കോൺവെക്കേഷൻ? ജൂൺ 14. ജോഫി എന്നും എന്നോട് ചോദിക്കും അല്ലെ. ഞാൻ ഇന്ന് ജോഫി ജസ്റ്റ് അതിന്റെ ഒരു ഷെഡ്യൂള് പറയാം. ഈ 24 9th
അല്ല എന്താണ് മാം, ജൂൺ 14 എനിക്ക് വേറൊരു കോൺവെക്കേഷൻ ഉണ്ട് സൈക്കോളജിസ്റ്റിന്റെ കോഴിക്കോട് വെച്ചിട്ട്. ജൂൺ 14 വേണ്ടെന്നല്ലേ? അതെ അതെ. അത് ഞാൻ ഓർത്തോളാം. എനിക്കതൊന്ന് മെസ്സേജും കൂടി ഇട്ട് വെച്ചേക്കെ. എന്തായാലും ഫെബ്രുവരിയില് 11-12 കമ്പൈൻഡ് ആയിട്ട് നടക്കില്ല. 11-12 അല്ല, 10-11 കമ്പൈൻഡ് ആയിട്ട് നടക്കും. പിന്നെ നോമ്പും കാര്യങ്ങളും കഴിഞ്ഞിട്ട് 10ന്റെ ഉണ്ടാവുള്ളൂ, 12ന്റെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്തായാലും 13 അത് കഴിഞ്ഞ അപ്പൊ മാർച്ച് ഏപ്രിൽ എന്തായാലും ചിലപ്പോ മെയ്യിലൊക്കെ കാണുമായിരിക്കും. നോക്കാം നമുക്ക്. നേരത്തെ ഒന്ന് പറയണേ മാം. പറയാം. യെസ്, തുടങ്ങിക്കോ നിങ്ങൾക്ക്. ഞാൻ പാട്ടോടാം മാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന് തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ വിങ്ങലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകെ, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. ഈരൻ മൂടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട്, അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ്. രാവിൽ നിന്റെ പൂമുഖം കണ്ട് ഉലകം കൊണ്ട നല്ലീളം കാറ്റ്, കണ്ണാടി പുഴയിലെ പൂന്തിരകൾ. നാമല്ലോ തീരത്തെ ഓളങ്ങൾ, തീരാത്ത ദാഹത്തിൻ താളങ്ങൾ. ഇതിനായി പോയിടാ വിണ്ണതി പോലൊഴുകിടാ. മിന്നൽ വള കയ്യിലിട്ട പിന്നഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പിന്നഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. വെരി ഗുഡ്, നല്ല രസമുണ്ടായിരുന്നു. കായൽ തിരമാലകളായി തേടി വന്ന പൂവുകളായി, ഉൾക്കൂട്ടിനരികിലായി ചേർന്നിരിക്കാം. ചുംബന പൂവികളിൽ ആദ്യാനുഭൂതികളായി, ആദ്യാനുഭൂതികളിൽ ഞാനൊഴുകി. ഞാനില്ല നീയില്ല നമ്മളൊന്നാ, ഓരോരോ രാവുകളും മോഹനമാണ്, സ്നേഹമാണ്, പ്രിയതരമൊഴുകി പ്രണയമാ. മിന്നൽ വള കയ്യിലിട്ട പിന്നഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂ പോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളായി, കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ വിങ്ങലായി. മിന്നൽ വള കയ്യിലിട്ട പിന്നഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. മിന്നൽ വള കയ്യിലിട്ട പിന്നഴകി, എത്തിത്തൊടാൻ എത്തുകില്ല മാറി വെല്ലാണു നീ. താങ്ക് യു മിസ്. മിസ് ഞാൻ ഒരുപാട് ഹസ്ബൻഡ് ഫോൺ ചെയ്തു, അതെടുക്ക് നിന്ന് പോയത്. ശരി, ഞങ്ങൾ വെച്ച് കഴിഞ്ഞു. ഓക്കെ,
പറഞ്ഞല്ലോ, ആരോ എന്തോ പറഞ്ഞു. ആരായിരുന്നു? ശ്രീനിവാസാണ്, ജോഫിയാണ്, ആരോ പറഞ്ഞു. ഷംന. അതെ, എനിക്ക് തൊണ്ടക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാലും പാടാം. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു, വന്നല്ലോ നീ എൻ പൂത്തുമ്പിയായി. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരാമുല്ലകൾ താലിപ്പൂ ചൂടുമ്പോൾ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. ശരി മാം, കുറച്ചുള്ളൂ. മിസ് ഞാനൊരു ലളിതഗാനം പാടാം. പ്ലീസ്. ക്ലൈമറ്റ് പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, തുമ്മലും ജലദോഷമൊക്കെയാ. പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാഴ്മഞ്ഞു കോടിയോടുത്തു ഞാൻ മുറ്റത്തെ പാരിജാതച്ചോട്ടിൽ നിന്നു, നിൻ പദസ്വരം കാതോർത്തു നിന്നു. പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, താനേ മൂളുന്ന തമ്പുരുവായെന്റെ താരുടൽ നിന്നു തുടിച്ചു, താനേ മൂളുന്ന തമ്പുരുവായെന്റെ താരുടൽ നിന്നു തുടിച്ചു. സുഖമുള്ള വാക്കുകൾ കൊണ്ടെന്റെ കാതിൽ പ്രണയ സംഗീതം നിറച്ചു, ഞാൻ നിന്റെ പദസ്വരം കാതോർത്തു നിന്നു. പൂത്തിരുവാതിര തിങ്കൾ തുടിക്കുന്ന പുണ്യനിലാവുള്ള രാത്രി, പാഴ്മഞ്ഞു കോടിയോടുത്തു ഞാൻ മുറ്റത്തെ പാരിജാതച്ചോട്ടിൽ നിന്നു, ഞാൻ നിന്റെ പദസ്വരം കാതോർത്തു നിന്നു. ഇത്രേ ഉള്ളൂ മിസ്സേ. ഓക്കെ, ഷംനയും പറഞ്ഞു, ബിനുവും പറഞ്ഞു, പിന്നെ ശ്രീനിവാസ് തൊണ്ടവേദനയാണ്. ആ ചലഞ്ചൊക്കെ നിങ്ങളങ്ങനെ ഓവർകം ചെയ്ത് അതിനോട് പൊരുതി പാട്ട് നല്ലപോലെ പാടി. ശ്രീനിവാസ് പറഞ്ഞു. ഹലോ. അനിയത്തിപ്രാവിന് പ്രിയരിവർ നൽകും ചെറുതൊരു സുഖമുള്ള നോവ്, അത് ചെറുതൊരു തിരിയുടെ പുലരികൾ നീ, മണിമുറ്റമുള്ളൊരു വീട്, ഈ വീട്ടിലെന്നും ഒരു പൊന്നാമല ചെയ്തോകുമെന്നോട് സാന്നിധ്യമായി, ഇവർക്കെല്ലാവർക്കും പൊന്നോമലായി. തൊണ്ടക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. ഷിജിനാസ് ആണോ വീട്ടിലെ അനിയത്തി പ്രാവ്? ഇളയ കുട്ടി ഞാനാണ്. പാട്ട് പാടുമ്പോ ഞങ്ങൾക്കത് ഫീൽ ചെയ്തു. ഗുഡ്, നൈസ്, താങ്ക് യു. മിസ്റ്റർ പാട്ടോടെ മിസ്സേ. ഞാനാണോ? പാട്ടും ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വഴങ്ങാത്ത ഒരാളാണ്. എന്ന് വെച്ചിട്ട് അതിനോട് അനിഷ്ടമൊന്നുമില്ല, ഇഷ്ടമൊക്കെ തന്നെയാണ്, വരില്ല ആ സംഭവം ഒന്നും.
നിങ്ങളൊക്കെ പാടുന്ന കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. മാം ഞാനൊരു 4 വരി പാടട്ടെ. പാടൂ. പെട്ടെന്ന് ഉണ്ടാക്കിയ പാട്ടാണ്. നീ ജനുവരിയിൽ വിരിയുമോ, പ്രണയമായി പൊഴിയുമോ, ഹിമമഴയിൽ നനയുമോ, മെഴുകുപോൽ ഉരുകുമോ, ശലഭമായി ഉയരുമോ, ശിശിരമായി പടരുമോ. നീ ജനുവരിയിൽ വിരിയുമോ, പ്രണയമായി പൊഴിയുമോ. ജനുവരിയെ കുറിച്ചുള്ള പാട്ടല്ലേ? ഓക്കെ. എന്ത് പറ്റി നിങ്ങൾ ക്രിസ്മസ് സെലിബ്രേഷൻ ആ ഒരു ഡേയില് ചെയ്യാൻ പറ്റാതിരുന്നേ? അത് അവധിയായിരിക്കും വിചാരിച്ചില്ല ആ സമയത്തെ. വേഗം അവധി തിങ്കളാഴ്ച ക്ലാസ് ഉണ്ടായുള്ളൂ. 22 ക്ലാസ് തീരുന്നുള്ളത് അറിയില്ലായിരുന്നോ? അറിയില്ലായിരുന്നു. അപ്പൊ ചൊവ്വാഴ്ച ബുധനാഴ്ച നിർത്തേണ്ടി ഇരുന്നത്. അപ്പൊ നേരത്തെ അടക്കില്ലേ. ടീച്ചേഴ്സ് വിട്ടുപോയിട്ടുണ്ടാവും ചിലപ്പോ പറയാനായിട്ട്. മിക്ക ബാച്ചിലും അങ്ങനെ കേറിയപ്പോ തലേ ക്ലാസ്സിൽ കേറിയപ്പോ എക്സാമും ഇല്ലായിരുന്നു. അപ്പൊ അതിന്റെ ടെൻഷനില് കുഴപ്പമില്ല. എല്ലാ ബാച്ചും നടത്തിയോന്ന് എനിക്കറിയില്ല. ഞാൻ എനിക്ക് 2 ക്ലാസ് ഉണ്ടായിരുന്നു ആ സമയത്ത്, 18-ഉം 15-ഉം. അവരുടെ സെലിബ്രേഷന് ഞാൻ ഉണ്ടായിരുന്നു 22nd. യെസ്. ഓക്കെ, കഴിഞ്ഞോ നിങ്ങളെ പ്രോഗ്രാമില്ല? യാത്രകളൊക്കെ ഉണ്ടായിരുന്നോ അവധിക്ക്? അധികം അവധി കിട്ടിയില്ല, എന്നാലും ക്രിസ്മസ് വെക്കേഷൻ പോയി മാം. ആര്യയുടെ കൂടെ ഹോസ്പിറ്റലിൽ ആരാ നിൽക്കുന്നത്? അനിയന്റെ വൈഫുണ്ട്, അമ്മ കുഞ്ഞുങ്ങളെ നോക്കും. വീട്ടിന്റെ അടുത്താണോ? പള്ളിശ്ശേരി അടുത്താ, 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഉള്ളു ഹോസ്പിറ്റൽ. അവധിക്ക് ഞാൻ ഇന്നലെ പളനിയിലും ഇവിടെയും പോയി മാം, മധുരയ്ക്കും പോയി. അവിടെ നിന്ന് ഒരാള് പറയണ്ടല്ലോ മധുരയ്ക്കുന്നു. മോനാണോ? അതെ. എങ്ങനെയാ പോയത് നിങ്ങള്? ട്രെയിനിന് പോയി. ട്രെയിൻ യാത്ര മോന് ഇഷ്ടപ്പെട്ടോ ട്രെയിനിൽ കയറിയത്? ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ കാഴ്ചകൾ കിട്ടു? ആദ്യമായിട്ടാണോ പഴനി പോകുന്നത് മധുരയിലും? അല്ല മാം, മധുരയ്ക്ക് ആദ്യമായിട്ടാ പോകുന്നത്. പളനിയില് 2-3 വട്ടം പോയിട്ടുണ്ട്. മുടി കളഞ്ഞോ? ഇല്ല, ചേട്ടന്റെ കളഞ്ഞിട്ടുണ്ട്. കുട്ടികളൊക്കെ സാധാരണ വലിയ വെക്കേഷന് പോകുമ്പോഴാണ് മുടി കളയുന്നത്. അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വലിയ വെക്കേഷനിലും പൊതുവെ മുടി കളയുന്ന കാണാറുണ്ട്. പഴനിയൊക്കെ പോകുമ്പോ കാണുന്നത്. മോനാണെങ്കിൽ വെട്ടാനിരുന്നായിരുന്നു, അവിടെ ചെന്നപ്പോ പ്ലേറ്റ് മാറ്റി. ഞാൻ വെട്ടുന്നില്ല, നാണം കേടാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇനി എന്താ നമുക്ക് ഇനി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? മിസ് ഒരു തമിഴ് പാട്ടോടി പാടൂ പ്ലീസ്. ചുമ്മാ വലയോസെ കല കല കലവന കവിതകൾ പഠിക്കത് കൂടുകൂടി തിന്നും കാറ്റും വീசுது. சில நேரம் சிலு 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 என சிறுவிரல் படப்பட துடிக்கிறது, எங்கும் தேகம் கூசுது. சின்ன பெண் பெண்ணல்ல வண்ண பூந்தோட்டம், கொட்டட்டும் மேளம் தான் அன்று காதல் தேரோட்டம். வலையோசை கலகல கலவென கவிதைகள் படிக்குது, குடு தின்றும் காற்றும் வீசுது. சில நேரம் சிலு சிலு சிலுவென சிறுவிரல் படப்பட துடிக்குது, எங்கும் தேகம் கூசுது. ஒரு காதல் கடிதம் வீடி போதும், உன்னை காணும் சபலம் வரக்கூடும். நீ பார்க்கும் பார்வைகள் பூவாகும், நெஞ்சுக்குள் தைக்கின்ற முள்ளாகும். கண்ணீனின் கண்பட்ட காயும் கை வைக்க தாராக வாரும். முள்ளாலும் பின்னாலும் தள்ளாடும் செம்மேனி என் மேனி உன் தோளில் ஆடும் நான். வலையோசை கல 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 என கவிதைகள் படிக்குது, குடு தின்றும் காற்றும் வீசுது.
சில நேரம் சில 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 என சிறுவிரல் படப்பட துடிக்கிறது எங்கும் தேகம் கூசுது. മിസ്സേ കഴിഞ്ഞു. അമ്പോ, ഈ ഒരു പാട്ടെടുത്ത് പാടാൻ കാണിച്ച ധൈര്യം നല്ലായി പാടിയല്ലേ? അടിപൊളി. അതെ അതെ, ഭയങ്കര ഒരു ധൈര്യമായി പോയി. പേരെത്തായിരുന്നു ഞാൻ പറഞ്ഞു? ഈ കാണുന്ന സുജിഷ. സുജിഷ. ആ യെസ്, സുജിഷ. എനിക്ക് ഓർമ്മയുണ്ട് സുജിഷയുടെ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തത്. അതൊക്കെ ഈ പാട്ടിക്കൂടിയാണ്, അതൊക്കെ മൈൻഡ് മാറ്റണം. നല്ല എന്തൊരു സന്തോഷായിട്ടാ പാടിയതല്ലേ? അപ്പൊ പാട്ട് സുജിഷയെ നല്ലപോലെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ തന്നെ ചെയ്യും. കേൾക്കണേ ഇഷ്ടമില്ല, പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ല, ഇങ്ങനെ പാടി ആസ്വദിക്കാനുള്ള ഇഷ്ടം. അത് എന്നെ മൈൻഡാന്ന് എനിക്ക് തന്നെ അറിയില്ല. അതെ, സ്വന്തം പാട്ട് കേട്ട് അത്രയും ആസ്വദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു എന്താ പറയാ, നല്ലൊരു ക്വാളിറ്റി ആട്ടോ. മറ്റുള്ളവരുടെ പാട്ട് കേട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആസ്വദിക്കും, പക്ഷെ സ്വയം പാടി ആസ്വദിക്കുന്നത് അതിനേക്കാൾ ഒരു നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ സുജിഷ, സന്തോഷായിരിക്കും. ഒരു പാട്ടും കൂടി പാടും. ഷിജിനാസിന് ഒരു പാട്ടും കൂടെ പാടണമെന്ന് സുറുമി എന്തോ ഒന്ന് പറയാൻ വന്നു, അത് കേട്ടിട്ട് പാടിയാൽ മതി. സുജിഷയുടെ കഴിവ്, നല്ല കഴിവുണ്ടെന്നൊരു പാടാൻ. ആ ഒരു പാട്ടിന് പാടണമെങ്കിൽ നല്ലൊരു എബിലിറ്റി വേണം. പാടുന്ന കുറെ പേര് ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ പാടും, പക്ഷെ നമ്മളെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് കൂടി ഉണ്ടല്ലോ ആ പാട്ടില്. സുജിഷയ്ക്ക് അത് മാത്രല്ല, സ്വയം സന്തോഷിക്കുക കൂടി ചെയ്യുന്നത്, അതൊരു ഭയങ്കര. എന്റെ ഹസ്ബൻഡ് എപ്പോഴും പറയും, കളിയാക്കും, സ്വന്തമായിട്ട് പാടിയിട്ട് സ്വന്തമായിട്ട് ആസ്വദിക്കണ ഒരു ജീവി ആദ്യമായിട്ട്. അതൊരു നല്ല കഴിവാണ്. നമ്മുടെ പൊട്ടൻഷ്യലിൽ നമുക്കുള്ള കോൺഫിഡൻസ് അല്ലേ അത്. അത് കീപ്പ് ചെയ്യാട്ടോ. ഓക്കെ ഷിജിനാസ് പഠിക്കും. ഹാപ്പി ന്യൂ ഇയർ വന്ദരി ഇന്നിക്കൊള്ളുന്നിന്നിക്കൊൾ മാസിതേ. ഹാപ്പി ന്യൂ ഇയർ വന്ദരേ. ഓക്കെ മാം. തമിഴ് പാട്ട് കേട്ടത് പെട്ടെന്ന് ഷിജിനാസിനാ ന്യൂ ഇയറിന്റെ ഒരു തമിഴ് പാട്ട് പാടാന്ന് വിചാരിച്ചല്ലേ. എന്തായാലും കുട്ടികളോട് നല്ല പോലെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്ത് ക്ലാസ് ഒക്കെ എടുത്തു കേട്ടോ. അതാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം. താങ്ക് യു മാം. പ്രാർത്ഥിക്കണം എല്ലാരും. വിശേഷങ്ങൾ പറയൂ, ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. വിശേഷങ്ങളൊക്കെ പറയാം. സ്കൂളിന്റെ പേരെന്തായിരുന്നു? മോറൽ ക്ലബ്. എന്തോ? മോറൽ ക്ലബ്. എവിടെയാ സ്ഥലം? എവിടെയാ? എറിയാട്. എവിടെ? എറിയാട്, ഞങ്ങൾ കൊടുങ്ങല്ലൂർ തന്നെ, എറിയാട്. ഓക്കെ ഓക്കെ, കഴിഞ്ഞോ പ്രോഗ്രാംസ് എല്ലാം? മാം ഞാനൊരു സ്റ്റോറി പറയട്ടെ. പറയൂ. പാട്ട്. ഒരു ദിവസം ഒരു 6 വയസ്സുള്ള ഒരു പയ്യൻ 50 രൂപയുടെ നോട്ടുമായി ദൈവത്തെ വാങ്ങാൻ ഇറങ്ങി. ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, ഇവിടെ ദൈവത്തെ വാങ്ങാൻ കിട്ടുമോ? നീ എന്താ ആളെ കളിയാക്കുകയാണോ? എന്തോ ഉടായിപ്പാണെന്ന് വിചാരിച്ച് ആ കടക്കാരൻ അവനോട് ചൂടായി. അവനെ ആ കടയിൽ നിന്നും ഇറക്കി വിട്ടു. ആ കുട്ടി അടുത്ത കടയിൽ ചെന്നു, അവിടെ നിന്നും ഇറക്കി വിട്ടു. അങ്ങനെ ഓരോ കടയിലും ഇതേ ചോദ്യവുമായി അവൻ കയറി ഇറങ്ങി നടന്നു. നേരം ഇരുട്ടായി. അവൻ 70ാമത്തെ കടയിലും കയറി ചെന്നു. ചേട്ടാ, എന്നെ ഒന്ന് സഹായിക്കുമോ? ഇവിടെ ദൈവത്തെ വാങ്ങാൻ കിട്ടുമോ? 60 വയസ്സ് പ്രായം തോന്നുന്ന ആ മനുഷ്യൻ അവനോട് ചോദിച്ചു, നിനക്ക് എന്തിനാണ് ഇപ്പോൾ ദൈവത്തെ? ഒരാളെങ്കിലും തന്റെ ചോദ്യം കേട്ടല്ലോ എന്നൊരത്ഭുതത്തിൽ കുട്ടി നിറകണ്ണുകളോടെ പറഞ്ഞു, 3 വർഷം മുമ്പ് എന്റെ പപ്പയും അമ്മയും മരിച്ചുപോയി. അത് കഴിഞ്ഞ് എന്റെ അങ്കിളാണ് എന്നെ നോക്കുന്നത്. പക്ഷെ അങ്കിൾ ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി ആശുപത്രിയിലാണ്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഡോക്ടർ പറഞ്ഞു, ദൈവത്തിന് മാത്രമേ നിന്റെ അങ്കിളിനെ രക്ഷിക്കാൻ പറ്റൂവെന്ന്. കുട്ടി വിചാരിച്ചു, ദൈവം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അത്ഭുതമാണെന്ന്. അതുകൊണ്ട് കുറച്ച് ദൈവത്തിന് വാങ്ങിച്ച് അങ്കിളിന് കഴിക്കാൻ കൊടുക്കണം, അങ്കിളിനെ രക്ഷിക്കണം. കുട്ടിയുടെ നിഷ്കളങ്കത കണ്ട് കുട്ടിയോട് അയാൾ ചോദിച്ചു, നിന്റെ കയ്യിൽ എത്ര രൂപയുണ്ട്? 50 രൂപ, അവൻ പറഞ്ഞു. ദൈവത്തിന് കൃത്യം ആ വിലയേ വരൂ. ഒരു ചെറിയ കുപ്പിയിൽ ഒരൽപ്പം തേൻ അവന് കൊടുത്തിട്ട് അയാൾ അവനോട് പറഞ്ഞു, ഇതാണ് ദൈവം, ഇത് നിന്റെ അങ്കിളിന് കൊണ്ടു കൊടുക്കണം. കുട്ടിയുടെ കണ്ണു നിറഞ്ഞു. കുട്ടിക്ക് സന്തോഷമായി. ആ ചെറിയ കുപ്പി കയ്യിൽ പിടിച്ച് അവൻ ആശുപത്രിയിലേക്ക് ഓടി. ഒത്തിരി സന്തോഷത്തോടെ അവൻ വിളിച്ചു കൂവി, ഇതാ ഞാൻ ദൈവത്തെ കൊണ്ടുവന്നു, എന്റെ അങ്കിൾ രക്ഷപ്പെടും. പിറ്റേ ദിവസം രാവിലെ ഒരു വലിയ മെഡിക്കൽ ടീം ആശുപത്രിയിലെത്തി. അവർ ആ മനുഷ്യന്റെ ചികിത്സ ഏറ്റെടുത്തു.
അയാൾ പതുക്കെ ജീവിതത്തിലേക്ക് വന്നു. ആശുപത്രിയുടെ ബില്ല് വന്നപ്പോൾ ആ മനുഷ്യൻ ഞെട്ടി. അപ്പോൾ ഉടനെ തന്നെ ആശുപത്രിയിൽ നിന്ന് ഒരു അറിയിപ്പ് വന്നു. ഒരബദ്ധം പറ്റിയതാണ്, ബില്ല് മുഴുവൻ ഓൾറെഡി അടച്ചു തീർന്നതാണ്. ആ മനുഷ്യൻ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇയാൾ ആ കുട്ടിയോട് സംഭവിച്ചത് എന്താണെന്നെല്ലാം അന്വേഷിച്ചു. കുട്ടി ഉണ്ടായ കഥകളെല്ലാം അയാളോട് പറഞ്ഞു. ദൈവത്തെ വാങ്ങാൻ പോയതും തനിക്ക് ദൈവത്തെ തന്നുവിട്ട ആ മനുഷ്യന്റെ കാര്യവുമല്ല. അങ്കിൾ ആ കുട്ടിയെയും കൂട്ടി ആ മനുഷ്യന്റെ കടയിലേക്ക് പോയി. ആ നാട്ടിലെ തന്നെ ഒരു വലിയ പണക്കാരനായ ഒരു മനുഷ്യനായിരുന്നു അയാൾ. ആ മനുഷ്യന് കണ്ണീരോടെ നന്ദി പറഞ്ഞു. ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, എനിക്കല്ല നിങ്ങൾ നന്ദി പറയേണ്ടത്, ഞാനല്ല നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ടി കയ്യിൽ 50 രൂപയുടെ നോട്ടുമായി ഒരു ദിവസം മുഴുവൻ ദൈവത്തെ വാങ്ങാൻ കടകളിൽ കയറിറങ്ങി നടന്ന ഈ നിഷ്കളങ്കനായ ഈ കുഞ്ഞാണ്. അവന്റെ നിഷ്കളങ്കതയും സ്നേഹവും നിറഞ്ഞ അവന്റെ ഹൃദയമാണ് നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത്. ദൈവത്തിന്റെ വില എന്ന് പറയുന്നത് ഒരു നല്ല ഹൃദയമാണ്. ഒരു നല്ല ഹൃദയത്തിന് മാത്രമേ ദൈവത്തിനെ വാങ്ങാൻ കഴിയൂ. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന കൊച്ചു കൊച്ചു യാത്രകൾക്കിടയിലാണ് നമ്മൾ ദൈവത്തെ കണ്ടെത്തുന്നത്, ദൈവത്തെ സ്വന്തമാക്കുന്നത്. കഴിഞ്ഞു. ഭയങ്കര ഇമോഷണൽ ആയെന്ന് തോന്നുന്നു കഥ പറഞ്ഞപ്പോ. കേട്ടപ്പോ ഞങ്ങളും കാര്യം ഞാനിത് എവിടേക്കും ഇങ്ങനെ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് ഇതിന് സമാനമായ കഥ. പക്ഷെ നല്ല ഒരു പ്രസന്റേഷൻ കൊണ്ടാണോ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് ഉള്ളിൽ പോയാ എല്ലാവരുടെയും എന്തോ ഹാപ്പി മൂഡ് പോയാ? ഒട്ടുമില്ല. അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യല്ലേ. നമുക്കത് ലൈഫിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടല്ലോ. ശരിക്കും എന്താ പറയാ, അത് എപ്പോഴും നമ്മൾ സന്തോഷമല്ലല്ലോ. നമ്മൾ ചിലപ്പോ ചില നോവിലൂടെയല്ലേ സന്തോഷം കിട്ടുന്നത്. അവതരണം പ്രസന്റേഷൻ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിലാണ് 28-ാം തീയതി രാത്രി അഡ്മിറ്റ് ആയതാ മോനെയായിട്ട്. എന്ത് പറ്റി ജോഫി? മോനെ രാവിലെ തൊട്ട് ചെറിയ ചൂടുണ്ടായിരുന്നു. പിന്നെ രാവിലെ ഉച്ചയ്ക്കും മരുന്ന് കൊടുത്തു, അങ്ങ് മാറിയതാ. പിന്നെ രാത്രി TV കണ്ടോണ്ടിരിക്കുന്ന ആള് പിന്നെ അനങ്ങാതെ അങ്ങനെ ഇരിക്കുവായിരുന്നു. TV നോക്കി ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അങ്ങനെ പിന്നെ ദേഹത്ത് ചെറിയ ചൂട് വെള്ളമൊക്കെ ഒഴിച്ച് തോളത്തിട്ട് തട്ടി അങ്ങനെ കരഞ്ഞ് പിന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം ഉള്ളിൽ നല്ല പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഒബ്സർവേഷനിൽ വെക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇവിടെ ബെൻസൂരിൽ കൊണ്ടുവന്നു, കൊല്ലത്ത്. അങ്ങനെ ഇപ്പൊ ഇവിടെ ഒരു ദിവസം ICU വെച്ചു. ഇപ്പം റൂമിലാ. നാളെ ഡിസ്ചാർജ് ആവാന്ന് പറഞ്ഞു. കൗണ്ട് കൂടിപ്പോയി. 17,500 ഉണ്ടായിരുന്നു കൗണ്ട്. ചെറിയ ബേബി അല്ലേ? ചെറിയ ബേബി ആയി. ഇപ്പം ഈ ഫെബ്രുവരി ആവുമ്പോ 2 വയസ്സാവത്തതേ ഉള്ളൂ. അന്നേരം ഇപ്പൊ ഉറക്കം. അന്നേരം ഞാനൊന്ന് കേറിയതാ ക്ലാസ്സിൽ. എന്തായാലും രണ്ടുപേരും സമാധാനമായിട്ട് വേറെ ആരാ കൂടെയുള്ളേ? അമ്മച്ചിയുണ്ട്. ബെൻസിഗറിലല്ലേ? ബെൻസിഗറിലെ കൊല്ലത്ത്. ന്യൂ ഇയർ അങ്ങനെ ഹോസ്പിറ്റലില് അല്ലേ? സാരല്ലേ? കഴിഞ്ഞ ന്യൂ ഇയറിന് ഞാൻ ഹോസ്പിറ്റലായിരുന്നു മാം. കഴിഞ്ഞ ന്യൂ ഇയറിന് ഞങ്ങൾക്ക് ഇങ്ങനെ വയ്യാതായി. അങ്ങനെ ന്യൂ ഇയർ ഹോസ്പിറ്റലിലാണോ ഇഷ്ടം തോന്നുന്നു? ഹോസ്പിറ്റലാന്ന് തോന്നുന്നു ഇഷ്ടം. എന്തായാലും ഫീഡിങ് ഉള്ളതല്ലേ? ഫീഡിങ് നിർത്തിയിട്ടില്ലല്ലോ? ഓക്കെ, കഴിഞ്ഞോ നിങ്ങളുടെ പ്രോഗ്രാംസ് എല്ലാം? മിസ് ഒരു കോമഡി പാട്ട് കൂടി പാടാം. കേട്ടില്ലായിരുന്നു. എന്തോ പറഞ്ഞായിരുന്നു, കേട്ടില്ലായിരുന്നു. ഒന്നുമില്ല, ഇപ്പോഴും ഫീഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. ഫീഡ് ചെയ്യുന്നുണ്ട് മാം. ഓക്കെ സുജിഷ പ്ലീസ്. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് തിക്കിലും മുക്കിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി. പെട്രോൾ പമ്പിലും ബംഗാളി, ഇന്ന് പെട്ടിക്കടയിലും ബംഗാളി. തട്ടുകടയിലും ബംഗാളി, ദേ പുട്ടുകടയിലും ബംഗാളി. എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് തിക്കിലും മുക്കിലും ബംഗാളി. ഹിന്ദി പഠിച്ചില്ല ബംഗാളി, മലയാളം പഠിച്ചല്ലോ ബംഗാളി. ഹിന്ദി പഠിച്ചില്ല മലയാളി, മലയാളം പഠിച്ചല്ലോ ബംഗാളി. കൊയ്ത്തുപാടത്തിനും ബംഗാളി, ഇന്ന് കൽപ്പളിക്കാരനും മലയാളി. ഹാർബറിയിലുണ്ടല്ലോ ബംഗാളി, ഇന്ന് ബാർബറിയിലുണ്ടല്ലോ ബംഗാളി. തെങ്ങുമ്മ കേറണ ബംഗാളി, ഇന്ന് തെണ്ടി നടക്കണ മലയാളി. റോഡ് പണിക്കും ബംഗാളി, വെറുതെ ഇരിക്കും മലയാളി. ബംഗാളി ഇന്ന് തൊഴിലാളി, നാളെ നമ്മെ ഭരിക്കും മുതലാളി.
എവിടെ തിരിഞ്ഞാലും ബംഗാളി, ഇന്ന് തിക്കിലും മുക്കിലും ബംഗാളി. ബംഗാളി ഇങ്ങനെ തിങ്ങി നിറഞ്ഞത് കാരണം നമ്മൾ മലയാളി. കൊള്ളാം. ചുമ്മാ അതൊക്കെയാണല്ലോ. പിള്ളേരെ പഠിപ്പിക്കണതാ. അതെയോ? സുജിഷ പാട്ട് എഴുതുവോ? എഴുതലും ഉണ്ട്, കഥ എഴുതലുണ്ട്, കുട്ടിക്ക് സ്പീച്ച് എഴുതി കൊടുക്കലുണ്ട്. എന്റെ മോള് ഈ എല്ലാ സ്ഥലത്തും സ്പീച്ച് പറയലും ഫസ്റ്റ് വാങ്ങിച്ചോണ്ട് വരലാണ്. സ്കൂളിലൊക്കെ അല്ലേ, എവിടെ പരിപാടിക്ക് പോയാലും. സ്കൂളിലൊക്കെ അറിയാം ആൻഡ്രിയ ബീസിന്റെ അമ്മേനെ അറിയാം. ഓക്കെ. അപ്പൊ ഈ എഴുതുന്ന പാട്ടിന് മ്യൂസിക് ചെയ്യോ? എല്ലാ പരിപാടിയും ഇവിടെ തന്നെ. എന്നാ ഞാനൊരു പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? പറയുന്ന ഒരു മ്യൂസിക് മാറ്റി ഒന്ന് പാടാൻ പറ്റുമോ? അങ്ങനെ ഇതുവരെ നോക്കിയിട്ടില്ല. ഒന്ന് ട്രൈ ചെയ്യാമോ? ആ നമ്മൾ ഞാൻ പറയുന്നത് പറ്റിയില്ലെങ്കിൽ സുജിഷയ്ക്ക് പറ്റുന്നത് പറഞ്ഞാൽ മതി. നിങ്ങൾ ക്രിസ്മസ് കേൾക്കുമ്പോ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാ? ഉണ്ടാക്കി പാടാനാണോ? അല്ലല്ല, പെട്ടെന്ന് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോ ആ ഒരു ഫീല് വരുമ്പോ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു പാട്ട്, ക്രിസ്മസ് സാന്റാക്ലോസ് വരുമ്പോ ഒരു പാട്ട് മനസ്സിൽ പെട്ടെന്ന് ജിംഗിൾ ബെൽസ് അല്ലേ? അറിയോ? താരം താരം മിന്നും താരം പൊന്നും താരം വിന്നും താരം മഞ്ഞണിഞ്ഞ വാരമേഘമാ കണ്ണു ചിമ്മി പുഞ്ചിരിച്ചു മെല്ലെ മെല്ലെ പുഞ്ചിരിച്ചു കുഞ്ചിരിച്ചു കുഞ്ഞു സ്നേഹവീതികൾ. അങ്ങനത്തെ ആ പാട്ടൊക്കെ പെട്ടെന്ന് ചോദിച്ചുകൊണ്ട് മാറ്റിയിടാമോ ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ, കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട്, കൊള്ളാലോ. അപ്പം റെക്കോർഡില് കഥകളൊക്കെ എഴുതി തുടങ്ങിയോ? ഒക്കെ മലയാളത്തില് ഈ കഥ എഴുതുന്നതിന് എനിക്ക് പേടിയില്ല, പക്ഷെ ആ നാടകം ആ സ്ക്രിപ്റ്റ് വരുമ്പോ ഒരു പേടിയുണ്ട് എഴുതാനായി. നിമിഷ കവി, അത് മക്കള് പാടുവോ? മക്കള് മോള് മിടിക്കുക, പ്രസംഗമാണ് കൂടുതലും, സ്പീച്ച് കഥ അങ്ങനെയുള്ള പരിപാടി. മോള് എത്രാം ക്ലാസ്സിലാ? മോള് ഇപ്പൊ 4-ല്. പിന്നെ പറയണ തന്നെയാ, പഠിപ്പിക്കണതൊക്കെയാ. ചെറിയ ആളാണോ? പിന്നെ താഴെ ആളല്ലേ? 9 വയസ്സ്. പിന്നെ ഉള്ളത് ഒരു പെൻസിൽ ഉണ്ട്, അത് 1-ാം ക്ലാസ്സില്. പറഞ്ഞങ്ങ് പിടിച്ചില്ല, ഇവിടെ ദിപ്പുണ്ട് മുഖം. അയ്യോടാ, 1-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ ഓക്കെ. ആളുടെ പേരെന്താ? അതിനേക്കാൾ ഒരു വില്ലൻ ഉണ്ട്, എന്നെ ഡെയിലി ഈ മോണ്ടിസോറി ക്ലാസ്സിൽ കയറാൻ സമ്മതിപ്പിക്കാത്ത ഒരു വിരുദ്ധനുണ്ട്, 3 വയസ്സ്. ഞാൻ റോട്ടിൽ കൂടെ ചൂലും പിടിച്ച് അവന്റെ പുറകെ ഓടിയിരിക്കും, ഓടണം. അപ്പോഴേക്കും ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എല്ലാരും പോയിട്ടുണ്ട്. ഹസ്ബൻഡ് പാടുവോ? പാടൂല, പക്ഷെ പാടൂന്നാണ് വിചാരം. ഭാവം. ഞാനിവിടെ ഉള്ളപ്പോ എന്ത് പാട്ട് അല്ലേ? സംഗീത സാന്ദ്രമാകട്ടെ വീട് അല്ലെ, എല്ലാരും പാടട്ടെ. ചെറിയ ആൾപ്പിള്ളേരും ഒക്കെ പാടിക്കോളും. സുജിഷയല്ലേ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്നോണ്ട് അവർക്ക് എന്തായാലും അതിന്റെ ഒരു പ്രചോദനവും ഇൻഫ്ലുവൻസും ഒക്കെ കിട്ടും. ഓക്കെ. അപ്പം ക്ലാസ്സിലപ്പോ പ്രെയർ ഒന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ, ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മുടെ കുട്ടികളൊക്കെ ചെയ്യട്ടെ എന്ന് ഓർത്ത് മാറി നിന്ന്. ഓക്കെ. നിങ്ങളെ എന്താ പറയാ, നിങ്ങൾക്ക് വേണ്ടിട്ട് മോട്ടിവേഷന് വേണ്ടിയിട്ട് ആളിങ്ങനെ സൈഡിൽ മാറിയിരിക്കുക. ഓക്കെ, ഗുഡ്. എന്തായാലും ഈ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നിങ്ങളുടെ കുറെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. നിങ്ങൾ സ്വയം പൊട്ടൻഷ്യൽ മനസ്സിലാക്കിയ ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കാം അല്ലേ? ഓക്കെ. നിഷ കഥ പറഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു, റീസെന്റ് ഞാൻ ഒരു സിനിമ കണ്ടു. മൂവി കണ്ടു കഴിഞ്ഞ് വന്നപ്പോ ഇങ്ങനെ എന്നോട് എങ്ങനെ ഉണ്ടായിരുന്നു മൂവി എന്ന് ചോദിച്ചവരോടൊക്കെ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഇവിടെ ഒരു പെയിൻ, ഒരു ചെറിയൊരു നൊമ്പരം. നല്ല രസമുള്ള മൂവി ആയിരുന്നു, നല്ല രസമായിട്ട് ഇങ്ങനെ കണ്ടുവരുമായിരുന്നു. പക്ഷെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒരു കുഞ്ഞു വേദന അത് ഇവിടെ എവിടെയോ ആയിട്ട്. അങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ കാണാൻ പോകുന്നവരോട് അതിങ്ങനെ പറഞ്ഞപ്പോഴേ ബാക്കി പറയല്ലേ, സ്പോയിലർ ആകാൻ ഉദ്ദേശിക്കുന്നില്ല. സർവം മായ എന്നുള്ള മൂവി കണ്ടതിന്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മൂവി. പക്ഷെ ഇങ്ങനെ ഒരു കുഞ്ഞു വേദന, വേദന. ഒരു രസമുള്ള ഒരു മൂവി, നമുക്ക് നല്ല രസമായിട്ടിരുന്ന് കാണാം. ഒറ്റപ്പാലത്തെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? നല്ല ഭംഗിയുള്ള സ്ഥലം, ഒറ്റപ്പാലത്തെ കുറെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പൊ ക്ലാസ് ഓൾമോസ്റ്റ് നമുക്കൊരു 15 മിനിറ്റ്സും കൂടി ഉണ്ട്. സോ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്നില്ല. ഇനി നമ്മൾ എടുക്കാനുള്ള ജസ്റ്റ് പോർഷനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം, പ്രാക്ടിക്കൽസിനെ കുറിച്ചും ഒന്ന് പറഞ്ഞു തരാം. ആ ഒരു
പ്രാക്ടിക്കൽസ് ഒരു കാരണവശാലും പേടിക്കരുത് കേട്ടോ ആരും. എല്ലാവർക്കും ഭയങ്കര ഒരു പേടിയാണ്. കാരണം വൈവ കൂടുതലും ബേസ് ചെയ്യുന്നത് പ്രാക്ടിക്കലിനെ വെച്ചിട്ടാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയൂ, എന്നിട്ട് ഞാൻ പറയും. വൈവയെ കുറിച്ചും ഒന്ന് പറഞ്ഞുതരാം. പ്രാക്ടിക്കൽസിന് സാധനങ്ങളും ഉണ്ടാക്കി വെക്കണ്ടേ? നമ്മളൊരു ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത്? ഉണ്ട്. നമ്മള് ഓൾമോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അപ്പൊ മാം പറഞ്ഞല്ലോ പ്രാക്ടിക്കൽസിന് വരുമ്പോ കൊറേയൊക്കെ നമുക്ക് ഐഡിയാസ് അതിൽ നിന്ന് കിട്ടും. അപ്പൊ അങ്ങനെ നോക്കി ചെയ്താൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കാരണം ഈ എന്താ പറയാ മറ്റേ ഫ്രെയിം വർക്ക് അങ്ങനത്തെ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ അതപ്പോ വേണോ, മസ്റ്റാണോ അത് പ്രാക്ടിക്കൽസ് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോ? പ്രാക്ടിക്കൽ അല്ല, ഉണ്ടാക്കണം മസ്റ്റ് ആണോ എന്നാണോ ചോദിച്ചേ? അല്ല, ഉണ്ടാക്കണം. പക്ഷെ അതിന് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ട ഇതുണ്ടോ? അത് ഇപ്പോഴല്ല പ്രസന്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങൾ ചെയ്തത് ചിലര് പറയും ഞാൻ ചെയ്ത് കഴിഞ്ഞു, ഞാനൊന്ന് ക്ലാസ്സിൽ കാണിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ്സ് ഓക്കെ, അത് കാണിക്കാം. പക്ഷെ അത് നിർബന്ധമല്ല ക്ലാസ്സിൽ നിങ്ങൾ ഓരോരുത്തർ കാണിക്കണം എന്നൊന്നും ഞാൻ നിർബന്ധം പറയില്ല. നമ്മളിത് ചെയ്യണം, നമ്മുടെ ടൈം ഷെഡ്യൂൾ ഇത് ചെയ്യണം. പക്ഷെ നമ്മൾ വൈവയുടെ ടൈം ആവുമ്പോൾ നമ്മുടെ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിരിക്കണം. നമുക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽസ്, ആക്ടിവിറ്റീസ്, നമ്മുടെ റെക്കോർഡ്, നമ്മുടെ അസൈൻമെന്റ്, വൈവ ആവുമ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ വരണം മീൻസ് നമുക്ക് വൈവ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് വൈവ അറ്റൻഡ് ചെയ്യാം. ഒന്ന് ഓൺലൈൻ ആയിട്ടാണ്, ഗൂഗിൾ മീറ്റ് തന്നെ, വളരെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. നിങ്ങൾ ആ എടുക്കുന്ന ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ, റെക്കോർഡിംഗ് ഉണ്ടാവില്ല. ആ ഒരു 10 മിനിറ്റ് ഉള്ള ഇന്ററാക്ഷനിലാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്. കാരണം ഒരു ട്രസ്റ്റ് നമ്മളിപ്പോ ബിൽഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഒരു ഓൺലൈൻ ആണെങ്കിലും ആ ഒരു ട്രസ്റ്റ് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാവരും പറയും ഞാൻ ഇങ്ങനെ അസൈൻമെന്റ് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇത്രയും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ 10 മിനിറ്റിലെല്ലാം പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പൊ വൈവയുടെ കാര്യം ഞാൻ ആദ്യം പറയാം. വൈവയില് നിങ്ങൾക്ക് ഉള്ള 5 ഏരിയ ആണ്. ഒന്നാമത്തെ ഏരിയ മോണ്ടിസോറി അപ്പാരറ്റസ്. മോണ്ടിസോറി അപ്പാരറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോഡ്യൂൾ 3 ആണ്. നിങ്ങൾ നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചെയ്യുന്ന പ്രാക്ടിക്കൽ സെഷൻ. അതായത് അതിൽ നിങ്ങൾ ഒരു 25 ഓളം മെറ്റീരിയൽസ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. അറിയാം, മോണ്ടിസോറി ഡിസൈൻ ചെയ്ത 25 മെറ്റീരിയൽസ് ഒറിജിനൽസ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അത് കോസ്റ്റ്ലിയുമാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്യും. ആ മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നമ്മൾ 5ാമത്തെ റെക്കോർഡിൽ എഴുതും. 5th റെക്കോർഡിന് ആ എഴുതാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് ആദ്യത്തെ ബാച്ചുകൾക്കൊക്കെ ഒരു പഴയ, നിങ്ങൾക്ക് തന്നോന്ന് എനിക്കറിയില്ല, ഒരു പഴയ റെക്കോർഡിന്റെ സ്കാൻഡ് കോപ്പി ആയിരുന്നു. ഇപ്പൊ അത് തന്നിരുന്നു. ഇനി ഒരു QR കോഡും കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിൽ കംപ്ലീറ്റ് അതിന്റെ പ്രിന്റഡ് മാറ്റർ ഉണ്ട്. അപ്പൊ കുറച്ചുകൂടെ ഞാൻ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ മിസ്റ്റേക്ക് ഒക്കെ മാറ്റി, ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ മാറ്റി, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്ത് ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 30 പേജോളം വരും. അപ്പൊ അത് നിങ്ങൾക്കൊരു QR കോഡ് വരുമ്പോൾ അത് സ്കാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ആ റെക്കോർഡിന്റെ ഡേറ്റാസ് കിട്ടും. അപ്പൊ എഴുതാറാവുമ്പോൾ നല്ലൊരു റെഫറൻസ് ആയിട്ട് വയ്ക്കാം. സെയിം റെക്കോർഡ് തന്നെ ഞാനത് ഒന്നുകൂടെ സിമ്പിൾ ആക്കി എഡിറ്റ് ചെയ്തു. എന്നാലും QR കോഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് അതൊന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യണം, എവിടെയെങ്കിലും കറക്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് വെക്കണം. 5th റെക്കോർഡ് എഴുതി കഴിഞ്ഞു. ഇനി അത് അതും കൂടെ എഴുതണോ? എഴുതണ്ട, സെയിം തന്നെ, കണ്ടന്റ് സെയിം തന്നെയാണ്. അതൊന്ന് കറക്റ്റ് ചെയ്തു എന്ന് മാത്രം. സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമർ മിസ്റ്റേക്കോ ഒക്കെ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാക്കി അതിനെ. പിന്നെ 1-2 പോയിന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു QR കോഡ് അവിടെ കിടന്നോട്ടെ. അത് ഇടയ്ക്ക് ഒന്ന് സ്കാൻ ചെയ്തൊന്ന് വായിച്ചു നോക്കുന്നതിൽ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കാലോ. അത്രേ ഉള്ളൂ. റെക്കോർഡിലൊന്നും ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് അതൊന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അധികം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. ഞാൻ ആഡ് ചെയ്തത് ഏതാന്ന് ഞാൻ ഓർമ്മ വന്നു തരണം പറയാം. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, ആദ്യം ഇറങ്ങിയിരുന്ന കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഒരു കോയിൻ ഷേപ്പ് ഉള്ളതായിരുന്നു. നമുക്കിപ്പോ പുതിയത് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നത് കോയിന് പകരം നമുക്ക് കൗണ്ട് ചെയ്യാൻ, കുട്ടികൾക്ക് കൗണ്ട് ചെയ്യാനായിട്ടൊരു ഈ എന്താ പറയാ, നമ്മള് ഇത് സ്നേക്ക് ലാഡർ ഒക്കെ കളിക്കുമ്പോഴേക്കും നമ്മളുടെ ഇത് മൂവ് ചെയ്യിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ വട്ടത്തിൽ കോയിൻ ഷേപ്പിലുള്ള ഒരു സംഭവം കിട്ടില്ലേ, കളർഫുൾ ആയിട്ട്. അതുപോലത്തെ റെഡ് കോയിൻ, അതിപ്പോ അപ്ഡേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്നത് ബെൽ ഷേപ്പാണ്. ബെൽ ഷേപ്പിലുള്ള വുഡൻ പീസസ്, ഇങ്ങനെ കുഞ്ഞു ബെല്ല്, ഈ ക്രിസ്മസ് ട്രീയിലൊക്കെ നമ്മളിങ്ങനെ ഇടില്ലേ, അതിനേക്കാളും ചെറിയ ബെല്ല് കേട്ടോ.
കുഞ്ഞുങ്ങളിങ്ങനെ അവരുടെ ഈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാവുന്ന രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്. ആ ഒരു ഡിഫറൻസ് ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചൊന്ന് ലാംഗ്വേജ് ഒന്ന് സിമ്പിൾ ആക്കി, പിന്നെ ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്ന് കറക്റ്റ് ചെയ്തു. അതേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നും അതിനകത്തില്ല. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് വായിക്കാനുള്ള ആ ഒരു പ്രൊവിഷൻ തരാം. ഇനി വൈവയിലെ ഫസ്റ്റ് സെഷൻ മോണ്ടിസോറി അപ്പാരറ്റസ്, അത് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രാക്ടിക്കൽ എല്ലാവരും ചെയ്യുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നേരിട്ട് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഡെമോ ക്ലാസ് തരും ഓൺലൈനായിട്ട്. അപ്പൊ ഡെമോ ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അത് കാണാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകും, നോട്ട് ചെയ്തൊക്കെ പോകും. പക്ഷെ ചിലര് റെക്കോർഡ് ക്ലാസ് കാണുന്നവര് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു. തിയറി ഇപ്പൊ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല. പ്രാക്ടിക്കലിന്റെ റെക്കോർഡ് ക്ലാസ് കാണണമെന്ന് ഒന്ന് ഗ്രൂപ്പിലൊന്ന് മെസ്സേജ് ഇട്ടേക്കണം. കാരണം വെച്ചാൽ വൈവിക്ക് ചോദിക്കുമ്പോൾ ഈ മെറ്റീരിയൽസിനെ പറ്റി ഒരു ധാരണയും ഈ ക്ലാസ് കാണാത്തവർക്ക് ഉണ്ടാകാറില്ല. അപ്പൊ 100 മാർക്കിൽ അത്രയും മാർക്ക് പോകൂലേ? നമ്മൾ ഒന്നും പറയാതിരുന്നാൽ നമുക്ക് എങ്ങനെ മാർക്ക് കൊടുക്കാൻ പറ്റും അല്ലെ? നമ്മള് ഇപ്പോ ഞാൻ എല്ലാവരോടും എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് ചോദിക്കുന്നത്, നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവായി തോന്നിയ ഒരു മെറ്റീരിയൽ ഏതാന്ന് ചോദിക്കും. അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം പറയുമ്പോ അതിനെപ്പറ്റി ഒന്ന് പറയാമോ, അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ പേടിപ്പിക്കലൊന്നുമില്ല. അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് പറയാമോ, അല്ലെങ്കിൽ ഇപ്പൊ നോബ്ഡ് സിലിണ്ടർ ഉണ്ട്, എത്ര നോട്ട്, നോബ്ലെസ് ഉണ്ട്, അത് കളർ ഡിഫറൻസ് ആണ് കേട്ടോ. നോബ്ലെസ് അതൊക്കെ ഇനി പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഏതൊക്കെ കളറാണ്. അത് അങ്ങനെയൊക്കെയുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചോദിക്കുന്നത്. അല്ലാതെ നമുക്ക് ശരിക്കും ഇത് ഈ മെറ്റീരിയലിനെ കുറിച്ച് അതിന്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ പേടിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശമില്ല. അത് ചെറിയ സാർ എപ്പോഴും നമ്മളൊന്ന് പറയും, നമ്മുടെ പിള്ളേരെ പേടിപ്പിക്കരുത് കേട്ടോ എന്നിങ്ങനെ പറയും. നമുക്ക് എപ്പോഴും കുട്ടികൾ തന്നെയാണല്ലോ. അപ്പൊ അത് മോണ്ടിസോറി അപ്പാരറ്റസ്. അപ്പൊ 100 മാർക്ക് അവിടെ. പിന്നെ ടീച്ചിങ് പ്രാക്ടീസ് പ്ലസ് വൈവ എന്നൊരു സെഷൻ ഉണ്ട്. അതിന്റെ മീനിങ് ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്ക് പ്ലസ് വൈവ എന്ന് പറയുന്നത് ആ ഓവറോൾ ആ 10 മിനിറ്റ് പ്രസന്റേഷനിൽ നിങ്ങളുടെ പെർഫോമൻസ്, അതിന് 50 മാർക്ക്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് കുറെ പേര് പോയിട്ടുണ്ടാവും, കുറെ പേര് ഇനി പ്ലാൻ ചെയ്യുന്നേ ഉണ്ടാവുള്ളൂ പോകുന്നുള്ളത്. കുറച്ചു പേര് ടീച്ചറായിട്ട് ഓൾറെഡി വർക്ക് ചെയ്യുന്നവരായിരിക്കും. കുറച്ചു പേർക്ക് കുഞ്ഞിക്കുട്ടികള് അല്ലെങ്കിൽ വേറെ പല പേഴ്സണൽ ഇഷ്യൂ കാരണം പോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടെയും മാൻഡേറ്ററി ആയിട്ട് ഒരിക്കലും ടീച്ചിങ് പ്രാക്ടീസ് വേണം എന്ന് പറഞ്ഞിട്ടില്ല. ചെയ്താൽ നല്ലത് തന്നെയാണ് നിങ്ങൾക്കെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് ഞാൻ പോവാത്തതുകൊണ്ട് എനിക്ക് അതിന് മാർക്ക് കുറയോ എന്നുള്ള ടെൻഷൻ വേണ്ട. പോകാത്തവരെ കൊണ്ട് ഒരു 2 മിനിറ്റ്സിൽ അവിടെ ഒരു ക്ലാസ് റൂം ആണെന്ന് അസ്യൂം ചെയ്തിട്ട് ക്ലാസ് എടുക്കാനായിട്ട് പറയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ആക്ഷൻ സോങ് ചെയ്യാം, സ്റ്റോറി നറേറ്റ്. അത് കുഞ്ഞുങ്ങളെ നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും, അത് അങ്ങനെയാണ് നമ്മൾ മാർക്ക് ഇടുന്നത്. ടീച്ചിങ് പ്രാക്ടീസിന് പോയവരോട് ഫീഡ്ബാക്ക് ചോദിക്കും. അപ്പൊ അവരുടെ ആ ഒരു സ്കൂളിൽ പോയി എന്തൊക്കെ ആക്ടിവിറ്റി കൊടുത്തു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം നന്നായിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാർക്ക്. ടീച്ചേഴ്സ് ആണ് അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്ന ഭയങ്കര കാര്യമായിട്ട് ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പൊ അവരോട് ഈ മെത്തേഡ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ പഠന രീതിയിൽ ആ ലേണിംഗ് പ്രോസസ്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്ന് ചോദിക്കും. അപ്പൊ അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് മോണ്ടിസോറി മെത്തേഡ് എത്രത്തോളം മനസ്സിലായി, അവരതെങ്ങനെ അവരുടെ സ്വന്തം പ്രൊഫഷണൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് മാർക്ക് ഇടുന്നത്. പ്ലസ് 50 മാർക്ക് ഓവറോൾ പെർഫോമൻസ് കഴിയുമ്പോൾ ഇടും. പിന്നെ വരുന്നത് നമ്മുടെ റെക്കോർഡുകളാണ്. 5 റെക്കോർഡാണ്. ഓരോ റെക്കോർഡിനും 20 മാർക്ക് അല്ലെ? 5 റെക്കോർഡിന് ഓരോന്നിനും 20 മാർക്ക്. അപ്പൊ അതില് എല്ലാത്തിനും പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. പിക്ചേഴ്സ് ഒട്ടിച്ചിട്ടുണ്ടോ? സ്റ്റോറി റൈം നിങ്ങൾ തന്നെയാണോ ക്രിയേറ്റ് ചെയ്തത്? ഒന്നും കഥ വായിക്കാനോ ഒന്നും പറയില്ല. സ്റ്റോറി റൈം നിങ്ങൾ തന്നെയാണോ ക്രിയേറ്റ് ചെയ്തത്? അപ്പോ എല്ലാരും അവരുടെ പറഞ്ഞൊരു ട്രസ്റ്റ് പറയാ, ഇല്ല മിസ് ഞാൻ കുറെയൊക്കെ ഗൂഗിളിൽ നോക്കി കോപ്പി ചെയ്തു. നമുക്ക് അതൊരു ഹാപ്പിനെസ് ആട്ടോ. തുറന്ന് സമർപ്പിച്ചു അല്ലെ? പറയട്ടെ, ചിലതൊക്കെ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തു, ചിലത് എന്നെ മോള് സഹായിച്ചു, ഹസ്ബൻഡ് സഹായിച്ചു. അതൊന്നും നമുക്കൊരു പ്രോബ്ലമേ അല്ല കേട്ടോ. അതൊന്നും നിങ്ങളുടെ മാർക്ക് കുറയാനുള്ള കാരണം. പക്ഷെ തന്നെ ക്രിയേറ്റ് ചെയ്തവർക്ക് നമ്മളൊരു പോയിന്റ് എന്തായാലും കൂടുതൽ കൊടുക്കും, അതിന് മാർക്ക് ഉണ്ടാവും. പിന്നെ കുറെ ഹെൽപ്പ് എടുത്തു എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് നമ്മളൊന്ന് ചെറിയൊരു വ്യത്യാസം വരും. അതിൽ നിങ്ങൾക്കും പരാതി ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണല്ലോ ചെയ്യിച്ചേ. അപ്പൊ കംപ്ലീറ്റ് ആയിരിക്കാനായിട്ട് നോക്കുക. പിക്ചേഴ്സ് ഒട്ടിക്കേണ്ടത് ഒട്ടിക്കുക, വരയ്ക്കേണ്ടത് വരയ്ക്കുക, അങ്ങനെയുള്ള കാര്യം. പിന്നെ റെക്കോർഡ്സ് വരുന്നു. പിന്നെ അസൈൻമെന്റ്സ് ആൻഡ് സർവേ. അസൈൻമെന്റ് എല്ലാ അസൈൻമെന്റും
ഇത്ര അസൈൻമെന്റും എല്ലാത്തിനും 50 മാർക്കാണ്. ടോട്ടൽ മാർക്ക് 50 ആണ്. പ്ലസ് സർവേക്ക് 15 മാർക്ക്. സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. മിനിമം 5 പേരുടെ ഡേറ്റ കളക്ട് ചെയ്യണം. ചിലത് ചിലപ്പോൾ 2-3 പേരുടെ ഒക്കെ ഡേറ്റ കളക്ട് ചെയ്തു. അതിനനുസരിച്ച് നമ്മൾ മാർക്ക് അവിടെ വ്യത്യാസം. ചിലര് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകില്ല. അപ്പോൾ അതിനനുസരിച്ച് റിപ്പോർട്ടിന് മാർക്ക് ഉണ്ട്, സർവേ ചെയ്തതിന് മാർക്ക് ഉണ്ട്, 5 പേരെങ്കിലും മിനിമം ഉള്ളതിന് ഒക്കെ മാർക്ക് ഉണ്ട്. അതിനനുസരിച്ചാണ് ഈ 15 മാർക്സ് വരുന്നത്. അതെ, സർവേയിലെ റിപ്പോർട്ട് സെപ്പറേറ്റ് വേറെ എഴുതണോ? എന്ന് വെച്ചാൽ സർവേ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു, അപ്പോ റിപ്പോർട്ടായിട്ട് വേറെ ഓപ്ഷൻ ആയിട്ട് ചെയ്യണോ? സുജിനാസ് എനിക്ക് അയച്ചു തന്നല്ലോ അതിന്റെ ഫോർമാറ്റ് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അതേന്ന് പറഞ്ഞില്ലേ. അത് സർവേ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിജിനാസ് ഉദ്ദേശിക്കുന്നത് ആ പേപ്പറിൽ എല്ലാം ടിക്ക് ചെയ്തു അതല്ലേ ഉദ്ദേശിച്ചത്? അല്ല, അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ടീച്ചർ ക്വസ്റ്റ്യൻ പറഞ്ഞ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എഴുതി ആ റിപ്പോർട്ട് പ്രിഫയർസ് എല്ലാം കഴിഞ്ഞു. അത് മതി, അതാണ് റിപ്പോർട്ട്, അതാണ് നമ്മുടെ റിപ്പോർട്ട്. ഓക്കെ, ഇനി സർവേ ചെയ്യാതെ വരും, അപ്പോഴും നമ്മൾ എന്തെങ്കിലും മാർക്ക് അവിടെ കൊടുക്കണ്ടേന്ന് വിചാരിച്ചാൽ അതിലെ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കും. അപ്പൊ അവര് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ 50-ൽ ഒരു 20 മാർക്ക് ഒക്കെ എങ്ങനെങ്കിലും നമുക്ക് കുറവ് നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ വരുന്ന മാർക്കല്ലേ. ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ വളരെ ലോ മാർക്ക് എങ്ങനെ കാണിക്കാൻ പറ്റും? അപ്പൊ പെർഫോം ചെയ്തവർക്ക് അതിനനുസരിച്ച് കൂടും. ഇത് സർവേ ചെയ്യാതെയൊക്കെ വരുമ്പോൾ 0 മാർക്ക് ഇടാനുള്ള ബുദ്ധിമുട്ട് കാരണം അവരോട് ചോദിക്കുമ്പോൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ നമ്മളൊരു മാക്സിമം ഒരു 25 വരെയൊക്കെ കൊടുക്കുള്ളൂ 50-ന്. കാരണം ബാക്കിയുള്ളവർ അത്രയും വർക്ക് ചെയ്തു, ഇത്രയും പേരുടെ പോയി കളക്ട് ചെയ്തു, അത് പിന്നെ എഴുതി റിപ്പോർട്ടാക്കി. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ചെയ്യാത്തവർക്ക് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റില്ലല്ലോ കൂടുതൽ. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം, പ്രാക്ടിക്കൽ സെക്ഷൻ ഉണ്ടല്ലോ, ആ പ്രാക്ടിക്കൽ സെക്ഷന് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇനി ഒരുമിച്ച് മാർക്ക് ലിസ്റ്റ് ആണ്. തിയറിയുടെ മാർക്കും പ്രാക്ടിക്കലിന്റെ മാർക്കും ആ മാർക്ക് ലിസ്റ്റിൽ കാണും. അല്ല, എന്താന്നറിയാൻ ചോദിച്ചത്, ഞാനിപ്പോ ഈ സൈക്കോളജിയുടെ പ്രാക്ടിക്കൽ സെക്ഷൻ കൊല്ലത്ത് വെച്ചവർ നടത്തിയായിരുന്നു. അപ്പൊ അതിനൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്. ഈ പ്രാക്ടിക്കൽ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്? ഇല്ല, നമ്മുടെ മാർക്ക് ലിസ്റ്റിൽ അത് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. അതിന്റെ മാർക്കുകൾ ഓരോന്നായിട്ട് മെൻഷൻ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ അസൈൻമെന്റിന്റെ കാര്യം, നിങ്ങളുടെ കുറേയൊന്നും അസൈൻമെന്റ് കറക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. കറക്റ്റ് ചെയ്തില്ലെങ്കിലും അതിനോർത്ത് വിഷമിക്കണ്ട. കറക്റ്റ് നമ്മള് വൈവയ്ക്ക് വരുമ്പോൾ റാൻഡം ആയിട്ട് ഏതെങ്കിലും ഒരു അസൈൻമെന്റിന്റെ കാര്യം ചോദിക്കാം. അതിന്റെ പ്രസന്റേഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുത്ത് ആ ഒരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പോ 10-ൽ 9 മാർക്ക്, അല്ലെങ്കിൽ 10 മാർക്ക്, 8 മാർക്ക് എന്നൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ സെയിം തന്നെ വൈവയ്ക്ക് ചോദിക്കുമ്പോൾ അതേപോലെ തന്നെ നന്നായി പ്രസന്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ച് മാർക്ക് വരും. അതേസമയം ആ സെയിം എഴുതിയ അസൈൻമെന്റ് ഇതിട്ട് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പൊ വൈവ എന്ന് പറയുമ്പോൾ പ്രിപ്പയർ ചെയ്താണ് വരുന്ന ഒരു സംഭവമാണല്ലോ വൈവ എന്ന് പറയുന്നത്. അത്രയും സീരിയസ് ആയിട്ട് കണ്ടിട്ടെ. നമുക്കിപ്പം അസൈൻമെന്റ് എഴുതി സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറെ നമുക്ക് റെഫർ ചെയ്ത് അതിൽ നിന്നെല്ലാം കോപ്പി ചെയ്ത് എഴുതാം. പക്ഷെ അത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കംപ്ലീഷൻ വരുന്നത് അസൈൻമെന്റിന്റെ. അതോർത്ത് പേടിക്കണ്ട. ഞാൻ സാധാരണ ചോദിക്കുന്നത് ലാസ്റ്റ് ഒരു 10 ക്വസ്റ്റ്യൻ അസൈൻമെന്റ് ഒരുമിച്ച് കൊടുക്കും. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനെ ഞാൻ ചോദിക്കുള്ളൂ. അതിനകത്ത് വേൾഡ് ഫേമസ് ടീച്ചേഴ്സ്, നമുക്ക് പേഴ്സണലി അറിയാവുന്ന ടീച്ചേഴ്സ്, അതിനെപ്പറ്റിയൊക്കെ 1-2 വാക്ക് പറയാനൊക്കെ പറയുള്ളൂ. പിന്നെ ഞാൻ ഒരെണ്ണം മറിയാം മോണ്ടിസോറിയെ പറ്റിയാ എഴുതിയത്. ഒരെണ്ണം മറിയാം മോണ്ടിസോറി തന്നെ വേണം. ഒരെണ്ണം അത് വേണം, ബാക്കി 4 പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാകാന്ന് പറഞ്ഞിരുന്നു. പിന്നെ വരുന്നത് നമ്മുടെ ടീച്ചിങ് മെറ്റീരിയൽസ്. കുറച്ചു മുമ്പ് ആരോ ചോദിച്ചത് ടീച്ചിങ് മെറ്റീരിയൽസ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്, ഡ്രസ്സിംഗ് ഫ്രെയിംസ്, പിങ്ടറിന്റെ റിപ്ലിക്ക, അതായത് ചാർട്ട് പേപ്പർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ വേർഡ് റീഡിംഗ് കാർഡ്, പിക്ചർ റീഡിംഗ് കാർഡ്, കളർ കാർഡ്, പിന്നെ അങ്ങനെ കളർ ബോക്സ് ചെയ്യാൻ നിൽക്കില്ലല്ലോ. കളർ ഇപ്പോഴും ലെൻസ് കയറി തുടങ്ങി. ഒരു കളർ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നോ പ്രോബ്ലം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രാഫ്റ്റ് വർക്ക്, ടെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ്, മാസ്കുകൾ ഉണ്ടാക്കാൻ പറ്റിയത്. അതൊക്കെ മാസ്ക് ഒക്കെ 1, 2, 3 ഒക്കെ ആയാൽ ഒരെണ്ണമെങ്കിലും ഉണ്ടാക്കി ഇതിൽ വെക്കാം. പിന്നെ ആനിമൽസിന്റെ ഫേസ് ആയിട്ടുള്ളതാണ് ഉണ്ടാക്കേണ്ടത്. അതെ, നമ്മളൊരു സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പോൾ ആ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പിന്നെ സ്കൂളിൽ പോകുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. ഹലോ മാം, മാമിന്റെ വീട്ടിലെ വീഡിയോ ഉണ്ടാക്കിയിട്ട് അപ്പോ അത് മതി. ഷീനാസ് കുറെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ക്രാഫ്റ്റ് വർക്ക് ഒക്കെ ആഡ് ചെയ്യാം. ഓക്കെ,
പിന്നെ അപ്പൊ ടീച്ചിങ് എയ്ഡ്സ് അത് നല്ല എല്ലാം അതിനനുസരിച്ച്, അതായത് കുറെ പേരുണ്ടല്ലോ ഇതിന് ക്ലാസ്സിൽ പറയുന്ന ഇതൊന്നും കേൾക്കാതെ വേറെ ബാച്ചിലെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചു. നോക്കുമ്പോ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട്, പക്ഷെ അവർ പേ ചെയ്താ വാങ്ങിച്ചത്. ശരിക്കും നമ്മളിത് അറിയണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത്. ചിലത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ട്. പേ ചെയ്ത് വാങ്ങിച്ചവർക്കൊന്നും നമ്മളങ്ങനെ മാർക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഇപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് നമ്മൾ ചെയ്തത് കട്ട് ചെയ്തതൊക്കെ ഭയങ്കര അത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടുണ്ടാവില്ല. വാങ്ങിക്കുമ്പോ ഭയങ്കര പെർഫെക്ഷന് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ചെയ്തതിന് നിങ്ങളുടെ എഫേർട്ടിന് അവിടെ മാർക്ക് കിട്ടും, അല്ലാണ്ട് പെർഫെക്ഷൻ പിന്നീടേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ അത് ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. ചാർട്ടിലൊക്കെ ചെയ്യണ്ടല്ലേ ഈ ജിയോമെട്രിക്കൽ ഷേപ്സ് ഒക്കെ അതൊക്കെ വരക്കില്ലേ ചെയ്യണ്ടേ ചാർട്ടില്? വരച്ചാ മതി. നമ്പേഴ്സ് 1 to 10 എന്തോ നമ്പർ ചാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നമ്പേഴ്സ് 1 to 10 വരെ മതിയോ? മതി 1 to 10 വരെ മതി. പിക്ചേഴ്സ് ആഡ് ചെയ്യണോ? നമ്പർ ചാർട്ടിൽ പിക്ചർ ആഡ് ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ മിസ്സല്ലേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ലില്ല, നിങ്ങൾ അതൊരു ചാർട്ടിൽ വരച്ചാലും മതി. ജോമെട്രിക്കൽ ഷേപ്സ്, ഹെക്സഗൺ, സ്ക്വയർ, കളർ കൊടുത്ത് വരയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ മാം? കുഴപ്പമൊന്നുമില്ല. 3D ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഞാനൊക്കെ അന്ന് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ക്യൂബൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമല്ല. ഓൾറെഡി നമ്മൾ പിങ്ക് കവറിന്റെ റെപ്ലിക്ക ചെയ്യുവാണെങ്കിൽ അത് എളുപ്പമായിരിക്കും. പിന്നെ കളർ കൊടുക്കാം. ഞാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഞാൻ ഇങ്ങനെ കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് വെച്ചിരുന്നു. അത് ഞാൻ ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. കാർഡ്ബോർഡിൽ കട്ട് ചെയ്യുക, നല്ലൊരു കളർ പേപ്പർ കൊണ്ട് ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഐസോസെലസ് ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിന്റെ മെഷർമെന്റ് എടുത്തിട്ടൊന്ന് വരച്ച് അങ്ങനെ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ അത് എളുപ്പല്ലേ. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ, പ്രാക്ടിക്കലിന് അവിടെ വന്നിട്ട് വൈവയും ഒന്നും ചെയ്താൽ കുഴപ്പമില്ലല്ലോ. അത് ഞാൻ ഇനി പറയാമെന്നേ. പ്രാക്ടിക്കലിന് നിങ്ങൾ നേരിട്ട് വന്ന് പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ വർക്കുകൾ കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഇവിടെ വൈവ ചെയ്യാം. വർക്ക് കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാരണം അല്ലെങ്കിൽ പിന്നെ മാർക്ക് കുറയില്ലേ. ഓൺലൈനായിട്ട് നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്യും. അത് കൂടാതെ ചിലർ നേരിട്ട് വന്ന് കുട്ടികൾ വരുമ്പോൾ തന്നെ വൈവ അങ്ങ് കഴിഞ്ഞ് പോകാറുണ്ട്. വൈവ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളുടെ തിയറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുകൊണ്ട് വൈവ എത്ര മണിവരെ കാണും? നമുക്ക് വൈവയും കൂടെ ചെയ്യാനുള്ള സമയം കിട്ടുമല്ലോ. പിന്നെന്താ, ഞങ്ങൾ അവിടെ തന്നെ ഉണ്ടാവും. രാവിലെ തുടങ്ങി 3:30 കഴിയും. ശരിക്കും കഴിയും. കാരണം നമുക്ക് 25ഓളം മെറ്റീരിയൽസ് ഇല്ലേ. ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കണം, അല്ലാണ്ട് കാണുകയല്ല. നേരിട്ട് വന്ന് നിങ്ങളുടെ കയ്യിലൂടെ ഓരോ മെറ്റീരിയൽ പോകണം. കാരണം സെൻസോറിയൽ മെറ്റീരിയൽസ് ആണ്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിന്റെ കുറെ ഫീച്ചേഴ്സ് മനസ്സിലാകും. അപ്പൊ എല്ലാരും ചെയ്യണം. അപ്പൊ എന്തായാലും നമ്മൾ 3:30 ആകും. പിന്നെ നമുക്ക് അതിന് ടൈം എടുത്തിട്ട് വൈവേക ചെയ്ത് കഴിഞ്ഞ് അപ്പൊ അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്ത് വരിക ആ ഒരു ദിവസം വരുമ്പോ. ഓക്കെ മാം, ട്രെയിനിങ്ങിന് ഈ മന്ത് പോവാല്ലോ അല്ലേ? ട്രെയിനിങ്ങിന് ഈ മന്ത് പോവാല്ലോ? പോകാം. നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മോൺസറി മെത്തേഡിലേക്ക് നമ്മൾ കടക്കുക. അപ്പൊ പിന്നെ ട്രെയിനിങ് ചെയ്യാം. അപ്പൊ ഇത് വൈവയുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. വൈവയ്ക്ക് ഷെഡ്യൂൾ വയ്ക്കും. അയ്യോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് പേടിയാണ്, ഞാനിപ്പോ ചെയ്യുന്നില്ല, ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെക്കണ്ട. നമുക്ക് വൈവ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് തിയറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. വൈവ കഴിഞ്ഞല്ലോ. പിന്നെ ഇനി പറയാൻ പോണത് പി ജിക്കാർക്ക് വേണ്ടിയിട്ടോ. നിങ്ങൾക്ക് വൈവയിൽ ഒരു സെഷന് കൂടി ഉണ്ട്, സെമിനാർ എന്നൊരു സെഷൻ. പി ജിയുടെ ടോപ്പിക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് നിങ്ങൾ അതൊരു സെമിനാർ എടുക്കുന്ന പോലെ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കുമല്ലോ, പി ജിയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാൻ ഉള്ള അവസരം പറ്റുന്നവർക്ക്, ക്ലാസ്സിൽ കയറുന്നവർക്കല്ലേ അത് പറ്റുള്ളൂ. റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് അത് പറ്റില്ലല്ലോ. അപ്പൊ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. ഈ ക്ലാസ്സിൽ എടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയില്ലെങ്കിൽ അതിനെക്കുറിച്ചൊട്ട് ബോധർ ചെയ്യണ്ട, പ്രിപ്പയർ ചെയ്ത് വെക്കുക. വൈവ സമയത്ത് ഒരു 2 minutes അതൊന്ന് വേഗം പ്രിപ്പയർ ചെയ്ത് ബ്രീഫ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പൊ അതിനൊരു 100 marks ഉണ്ട്. അപ്പൊ പ്രാക്ടിക്കൽ സെഷന് ഡിപ്ലോമക്കാർക്ക് 500-ലും 5 സെഷനാണ്. മോണ്ടിസോറി അപ്പാരറ്റസ്, ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ, പിന്നെ റെക്കോർഡ്സ്, അസൈൻമെന്റ്സ് ആൻഡ് സർവേ, പ്ലസ് ടീച്ചിങ് എയ്ഡ്സ്. ഇങ്ങനെ 5 സെഷൻ. പി ജിക്കാർക്ക് പ്ലസ് ഒരെണ്ണം കൂടി സെമിനാർ. അപ്പൊ 600 മാർക്കായിരിക്കും പി ജിക്ക് പ്രാക്ടിക്കൽ സൈഡില്. ഡിപ്ലോമയ്ക്ക് 500 മാർക്കായിരിക്കും. അപ്പൊ ടോട്ടൽ മാർക്ക് തിയറിക്ക് 700 + 500,
ഡിപ്ലോമയ്ക്ക് വരും. PGക്കാർക്ക് 900 + 600 1500 ടോട്ടൽ മാർക്ക്. നിങ്ങൾക്ക് 1200 ഡിപ്ലോമയ്ക്ക്. വളരെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ഷെഡ്യൂൾ ചെയ്ത് ഒന്ന് നോക്കിയാൽ മതി. എക്സാംസിനെ കുറിച്ച് ഒന്നും ടെൻഷൻ വേണ്ട. തിയറി എക്സാമിനെ കുറിച്ച് വളരെ ഓരോ പേപ്പർ കഴിയുമ്പോൾ മനസ്സിലാവും. വളരെ കോൺഫിഡന്റ് ആയിക്കോളും. ടേം 2 കൂടെ കഴിയുമ്പോഴേക്കും ഓക്കെ ആവും. അതുകൊണ്ട് ടെൻഷൻ ഒന്നും വേണ്ട. ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ മതി. നമ്മളൊന്നും ലാസ്റ്റ് മൊമെന്റിലേക്ക് വെക്കരുത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കും നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു പേഴ്സണൽ ആവശ്യം വരുമ്പോൾ നമ്മൾ നമ്മുടെ കാര്യം മാറ്റി വെച്ചിട്ട് അതിന്റെ പുറകെ പോകും. അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും പെൻഡിങ് ആയി പോകുന്നത്. ഒന്ന് ഷെഡ്യൂൾ ചെയ്താൽ മതി. വീട്ടിലെല്ലാരും കൂടെ ഇരുന്ന് ചെയ്യൂ. വീട്ടിലെ ക്ലൈമറ്റ് തന്നെ മാറും. എല്ലാരും കൂടി ഇരുന്ന് ചെയ്യും. കഴിഞ്ഞ ദിവസം ആരോ പറയണ്ടായിരുന്നു, ഹാൻഡ് വാഷിംഗ് ടെക്നിക്സിന്റെ എല്ലാം ഒട്ടിക്കാൻ വേണ്ടി കട്ട് ചെയ്ത് വെച്ചു. ഉറക്കം വന്നു. പിന്നെ പോയിട്ട് പിന്നെ ഒട്ടിക്കാന്ന് പറഞ്ഞ അവിടെ വെച്ചിട്ട് ഉറങ്ങാൻ പോയി. രാവിലെ എണീറ്റ് വെക്കുമ്പോൾ മോൾ അതെല്ലാം എടുത്ത് ഒട്ടിച്ച് ഭംഗിയാക്കി വെച്ചിരുന്നു. അങ്ങനെ ഒരു ക്ലൈമറ്റ് ആവും നമ്മുടെ വീട്ടിലെ. കുട്ടികൾക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എല്ലാരും കൂടി ചേർത്തിരുന്ന് ചെയ്യും. ഒട്ടിക്കണതോ വരയ്ക്കണതോ കട്ട് ചെയ്യേണ്ടതോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ സംശയം? ഒന്ന് നല്ല രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് ലാഗ് ഒന്നും ഇല്ലാതെ നമുക്ക് കോൺവെക്കേഷൻ നടത്തി ഹാപ്പി ആയിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഫീസ് എടുത്ത കുറച്ച് പെൻഡിങ് ഉള്ള റിസൾട്ട് അറിയാൻ പറ്റിയിട്ടില്ല. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ് റിസൾട്ട് അറിയാൻ പറ്റാത്ത അല്ലെ? സുറുമിന്നാണോ പേര്? സുറുമി? ഓക്കെ മിസ്. മാം, ഈ ജോമെട്രിക്കൽ സെറ്റ് നമുക്ക് മരത്തിന്റെ ആയിരുന്നാലും നമുക്ക് യൂസ് ചെയ്യാലോ? മരത്തിന്റെ ഷേപ്പിലുള്ളതൊക്കെ മരത്തിൽ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. സോളിഡ്സ് ഉണ്ടാക്കാനാണോ? അവരോട് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവര് കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും തരാനായിരുന്നു. കാരണം പിങ്ക് ടവർ, നിങ്ങൾ പിങ്ക് ടവറിനെ കുറിച്ച് ഐഡിയ ഉണ്ടോ? പിങ്ക് ടവർ 10 ക്യൂബ്സ് 10 സെന്റിമീറ്റർ അങ്ങനെ 1 സെന്റിമീറ്റർ വരെ. അപ്പൊ അത് അടുത്ത ഏതെങ്കിലും ഒരു ഫർണിച്ചർ ഇതുണ്ടെങ്കിൽ അവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഉടൻ പീസ് ആ ഒരു മെഷർമെന്റ് കൊടുത്താൽ ചെയ്തു തരും. ഇവിടെ പറവൂർ ഒരാൾ അങ്ങനെ ചെയ്തു തന്നു. 600 രൂപ വാങ്ങിച്ചുള്ളൂ. നമ്മൾ പിന്നെ ചെയ്യേണ്ടത് പിന്നെ പെയിന്റ് ചെയ്ത് വരച്ചെടുത്ത് ഭംഗിയാക്കുക. കിട്ടുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ പെയിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബേസ് കോട്ട് വൈറ്റ് കൊടുക്കുക. ഒരു വൈറ്റ് കോട്ട് കൊടുക്കുക. നല്ല പോലെ ഉണങ്ങാൻ വെക്കുക. ഒരു ദിവസം 24 hours ഇരുന്നോട്ടെ, നന്നായി ഉണങ്ങട്ടെ. എനിക്ക് പിന്നെ പിങ്ക് കളർ, നല്ല നല്ല ലൈറ്റ് പിങ്ക്, ഈ ഡ്രസ്സിലെ ഒരു ആ ഒരു രീതിയിൽ വരുന്ന നല്ലൊരു പിങ്ക് ആയിരിക്കണം. നല്ലൊരു ബേബി പിങ്ക് പോലത്തെ ആ ഒരു പിങ്ക് കളർ കൊടുക്കുക. ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യുക. അവിടെ ബ്രഷിന്റെ സ്ട്രോക്ക് ലൈൻസ് ചിലപ്പോൾ കാണുമായിരിക്കും. വൈറ്റ് ബേസ് കൊടുത്തോണ്ട് ചിലപ്പോൾ അവിടെ ചില ലൈൻസ് കാണുവാണെങ്കിൽ നല്ല ഉണങ്ങിയിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് എടുത്ത് ഉണങ്ങിയ ശേഷം വീണ്ടും പെയിന്റ് ചെയ്യുക. കാരണം നമ്മൾ ഉണങ്ങാതെ പെയിന്റ് ചെയ്യുമ്പോഴേ വലിഞ്ഞു പോകും. പ്രീവിയസ് കോട്ടങ്ങ് വലിഞ്ഞു പോകും ഉണങ്ങിയിട്ട് കഴിഞ്ഞിട്ട് വാർണിഷ് അടിക്കണം. അല്ലെങ്കിൽ പെയിന്റ് ഇങ്ങനെ അവിടെ മുട്ടുമ്പോൾ അവിടെ ആ പെയിന്റ് ഇളകി പോരും. അല്ലെങ്കിൽ ആരെങ്കിലും നഖം വെച്ച് ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും പെയിന്റ് ഒക്കെ പോകും. അപ്പൊ വാർണിഷ് കൊടുക്കുമ്പോൾ നമുക്ക് ഈ സാധാരണ വാർണിഷ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു യെല്ലോ ടിന്റ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ പിങ്കിന്റെ മുകളിലൂടെ അടിക്കുമ്പോൾ ആ മഞ്ഞ കളർ ചേരുമ്പോൾ ആ പിങ്ക് അങ്ങ് ഡള്ളാവും. അപ്പൊ നിങ്ങൾ ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് വലിയ വിലയൊന്നുമില്ല, ചെറിയ ടിൻ പോലത്തെ കിട്ടും. ഈ ക്ലിയർ വാർണിഷ് ഉണ്ടോന്ന് ചോദിക്കുക. അതിന് ഈ യെല്ലോ ടിന്റ് ഇല്ല, അതൊരു വെള്ളത്തിന്റെ കളറാണ്. വെള്ളത്തിന്റെ കളറ് മാത്രമല്ല, ആ ഒരു നമ്മൾ കുലുക്കുമ്പോൾ, നമ്മളിപ്പോ ബോട്ടിൽ ഇങ്ങനെ പച്ചവെള്ളം കുലുക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കില്ലേ, അതുപോലത്തെ ശബ്ദമായിരിക്കും. അതിന്റെ തിക്നെസ് കുറവാണ്, അതുകൊണ്ടാണ് അങ്ങനെ പച്ചവെള്ളം കുലുക്കുന്ന പോലത്തെ ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ക്ലിയർ വാർണിഷ് എന്ന് ചോദിച്ചിട്ട് ക്ലിയർ വാർണിഷ് ഒരു ക്ലിയർ കൊടുക്കുക. നന്നായി അതെ, നേരിട്ട് വരുമ്പോൾ നമ്മ പ്രാക്ടിക്കലിന് വരുമ്പോ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്? പ്രാക്ടിക്കലിന് വരുമ്പോ നിങ്ങൾ ഈ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ഒന്നും കൊണ്ടുവരണ്ട. നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുവരാൻ പാടല്ലേ. നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തിട്ടുള്ള നിർബന്ധമില്ല കേട്ടോ, കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള അസൈൻമെന്റ്, സർവേ റിപ്പോർട്ട്, റെക്കോർഡുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈനും സീലും വാങ്ങിപ്പോകാം. അതൊരു മാൻഡേറ്ററി അല്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മളത് മാൻഡേറ്ററി ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. കുട്ടികൾ തന്നെയാണ് പറഞ്ഞത് ഞങ്ങളുടെ ഈ എഫേർട്ടിനൊരു വാല്യൂ വേണമല്ലോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവര് തന്നെയാണ് അതിനെ ഇനിഷ്യേറ്റ് എടുത്തത്. അങ്ങനെ കൊണ്ടുവന്നാൽ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതൊക്കെ, അസൈൻമെന്റ്, റെക്കോർഡ്,
സർവേ റിപ്പോർട്ട്, വേറൊന്നും വേണ്ട. ഈ ചെയ്ത മെറ്റീരിയൽസ് ഒന്നും എടുത്തോണ്ട് വരരുത്. അതൊക്കെ എടുത്തോണ്ട് വരാൻ ക്യാരി ചെയ്യാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. അത് എപ്പോഴെങ്കിലും വൈവ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഓൺലൈനിൽ വൈവ ചെയ്യുമ്പോ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് കംഫർട്ടബിൾ പ്ലേസിൽ ഇരിക്കുക. കാരണം ഈ വൈവയെ പറ്റി അറിയാത്തോണ്ടാന്ന് തോന്നുന്നു ചിലരൊക്കെ ഓട്ടോയിൽ ഇരുന്ന് വൈവ അറ്റൻഡ് ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ ഇരുന്ന് വൈവ അറ്റൻഡ് ചെയ്യുന്നു, ബസ്സില്, മാർക്കറ്റില്. ഞാൻ പറഞ്ഞു ഈ പരിപാടി പറ്റില്ല എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി അറിയില്ല എന്നാ തോന്നുന്നു. നമ്മള് നിങ്ങൾക്ക് ഇപ്പൊ ആ വൈവയുടെ സ്ലോട്ട് ഇടുന്ന സമയം, എനിക്ക് ആ ഒരു സമയം ബുദ്ധിമുട്ടാണ്, എനിക്കൊരു ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് പുറത്തു പോകേണ്ടതാണ്, അല്ലെങ്കിൽ എനിക്ക് ജോലി സ്ഥലത്തായിരിക്കും, എനിക്ക് കയറാൻ ബുദ്ധിമുട്ട്, ഒന്ന് ഇൻഫോം ചെയ്താൽ മതി. നമ്മൾ ടൈം മാറ്റി തരും, നിങ്ങളുടെ കൺവീനിയന്റ് ടൈമിലേക്ക് മാറ്റി തരും. ഒത്തിരി അങ്ങ് ഡിലേ ആക്കരുതെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലാണെങ്കിൽ വീട്ടിലിരിക്കുമ്പോൾ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ഇരിക്കുന്ന റൂമില് ടേബിളിലോ നിലത്തോ ബെഡിലോ ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ നിരത്തി വെക്കുക. ടീച്ചർ ചോദിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് ക്യാം ഓൺ ചെയ്ത് അതൊന്ന് കാണിച്ചു കൊടുക്കുക. 1 മിനിറ്റ് പോലും എടുക്കില്ല. അങ്ങനെ ചെയ്താൽ മതി. ഇനി വൈവയ്ക്ക് പ്രാക്ടിക്കലിന് നേരിട്ട് വരുമ്പോൾ വൈവ ചെയ്യുന്നവര് മെറ്റീരിയൽസ് ഒന്നും കൈ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സെൽഫി പിക്ക് മെറ്റീരിയൽസുമായിട്ട് നിന്നിട്ട്, അല്ലെങ്കിൽ ഒരു സെൽഫി ഷോർട്ട് വീഡിയോ മെറ്റീരിയൽസുമായിട്ട് നിന്നിട്ട് എടുത്താലും മതി. അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നിർത്തിയിട്ട് ആരെങ്കിലും കൊണ്ടൊരു ഫോട്ടോ എടുത്താലും മതി. എന്നിട്ട് എനിക്കൊന്ന് അയച്ചു തരാം. ഇത്രയും ഫ്ലെക്സിബിൾ ആക്കിയാണ് നമ്മൾ കാര്യങ്ങൾ പോരെ. അപ്പൊ ഇനി എടുക്കണ്ടല്ലോ. ഷിജിനാസ് എനിക്ക് ഓൾറെഡി അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ മതി. ഓക്കെ, ഇനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം 5-ാം തീയതി ഈ ക്ലാസ്സിൽ കയറണല്ലേ, അപ്പോ ക്ലാസ് മിസ്സാവൂലേ? അപ്പോ നമ്മ എന്താ ചെയ്യേണ്ടത്? റെക്കോർഡ് ക്ലാസ് കാണൂ. റെക്കോർഡ് ക്ലാസ് കാണണല്ലേ? പോരാ, റെക്കോർഡ് ക്ലാസ് ആകുമ്പോ സ്കൂളിൽ ഒരു കാര്യം ചെയ്യും. ടൈം എപ്പോഴാ? 12 to 1 അല്ലേ? സ്കൂളിലൊന്ന് റിക്വസ്റ്റ് ചെയ്യും. 12:30 ആയിരിക്കും ലഞ്ച് ബ്രേക്ക്. പക്ഷെ ആ സമയത്ത് കുട്ടികളെയൊക്കെ 11:30 തൊട്ടാണ് ക്ലാസ്. 11:30 തൊട്ട് 2 പീരീഡ് ഉണ്ട്, LKG UKG. നമ്മുടെ ടൈം 12 തുടങ്ങി 1 മണി വരെയാ. അപ്പം എനിക്ക് തോന്നുന്നു ഷിജിനാസിന് പാടായിരിക്കും കേറാൻ. ഫ്രൈഡേ ക്ലാസ് ഇല്ലേ? എന്നിട്ട് ഫ്രൈഡേ ക്ലാസ് ഉണ്ട്. ഓക്കെ ഷിജിനാസ്, ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ലീവ് ആവുമ്പോ നിങ്ങളുടെ ക്ലാസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാൻ ഈവനിങ് നൈറ്റിലേക്ക് വെക്കും. അപ്പൊ കയറാം, അല്ലാതെ നമുക്ക് വേറെ മാർഗമില്ല. ഓക്കെ ഓക്കെ ദെൻ. ഓക്കെ ജോ, ടേക്ക് കെയർ, ആൻഡ് ആര്യ ടേക്ക് കെയർ. എല്ലാരും ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. Okay, ma'am. Thank you. Happy New Year. ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു മാം.